ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ടർബോ ടോൾ സീരീസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ ജൂൺ മാസം 15-ാം തീയതി നടക്കുന്ന ഈ സ്കോളർഷിപ്പ് എക്സാമിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ കട്ടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ അധ്യാപകർ മികച്ച ക്ലാസ്സുകളുമായി വരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സിനകത്ത് ഏറ്റവും കിടുക്കാച്ചിയായിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റാക്കി കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യാവസാനം കട്ടയ്ക്ക് കൂടെ നിൽക്കുക. അറിയാമല്ലോ, സ്കോളർഷിപ്പിനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കണ്ടന്റിലോട്ട് നമ്മൾ പോവാണ്. യെസ്, IPL ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റണ്ണിങ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL എന്നറിയപ്പെടുന്നത്. അതിൻ്റെ 2026 ഫാക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. നോക്കണേടാ, IPL-ന്റെ ചരിത്രം ആരംഭിച്ചത് ഏത് വർഷമാണ് അല്ലേ? IPL-ന്റെ ചരിത്രം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം അത് 2008-ലാണ്. 2008-ലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ IPL-ന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 2008-ലാണ് കേട്ടോ, 2008-ലാണ്. 2008 എന്ന വർഷം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 2008 IPL ആദ്യ മത്സരം അരങ്ങേറുന്ന ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും അതുപോലെ തന്നെ RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തമ്മിലായിരുന്നു ആദ്യ മത്സരത്തിൽ നമ്മുടെ ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് തുടങ്ങി IPL ആവേശം ഇന്ന് വരെ 19ാമത്തെ എഡിഷനാണ് ഇത്തവണ നടന്നത്. ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എത്രത്തോളം ജനപ്രിയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. അപ്പോൾ IPL-ന്റെ ചരിത്രം ആരംഭിക്കുന്നത് 2008-ലാണ്. പ്രഥമ ജേതാക്കൾ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഷെയ്ൻ വോൺ അല്ലെ, ഓസ്ട്രേലിയയുടെ ഇതിഹാസ സ്പിൻ ബൗളറായിട്ടുള്ള ഷെയ്ൻ വോണിൻ്റെ ക്യാപ്റ്റൻസിയിൽ രാജസ്ഥാൻ റോയൽസ് ആദ്യമായി കപ്പടിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ വർഷം നോക്കുമ്പോൾ തുടർച്ചയായി എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഇത്തവണ അരങ്ങേറിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ എത്രാമത്തെ എഡിഷനാണ്, എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചാൽ അത് 19ാമത്തെ എഡിഷനാണ്. ഇത്തവണത്തെ ടൈറ്റിൽ സ്പോൺസറാണ്, മുഖ്യ സ്പോൺസർ അഥവാ നമ്മളതിനെ ടൈറ്റിൽ സ്പോൺസർ എന്ന് വിളിക്കും. ടൈറ്റിൽ സ്പോൺസർ ആരാണ്? അത് ടാറ്റയാണ്. ഈ ടാറ്റ തന്നെയാണ് 2024 മുതൽ 2028 വരെ ടാറ്റയാണ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുള്ളത്. 2500 കോടി രൂപയ്ക്കാണ് കേട്ടോ, 2500 കോടി രൂപയ്ക്കാണ് ഈ 5 വർഷത്തേക്ക് ടാറ്റ കരാർ എടുത്തിരിക്കുന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അപ്പോൾ ടൈറ്റിൽ സ്പോൺസർ അതല്ലേ എപ്പോഴും ടാറ്റ IPL എന്നൊക്കെ നമ്മൾ കേൾക്കുക. യെസ്, ഇനി എന്ന് മുതൽ എന്ന് വരെ നടന്നു എന്നുള്ളത് ഒരിക്കലും നിങ്ങളോട് എൻ്റെ കേരള PS എന്ത് ചെയ്യില്ല, ചോദിക്കത്തില്ല. പക്ഷേ നിങ്ങൾ അറിയണം, 2026 മാർച്ച് മാസം 28 മുതൽ 2026 മെയ് മാസം 31 വരെ ആകെ എത്ര ടീമുകൾ, ടോട്ടൽ ടീം പാർട്ടിസിപ്പേറ്റഡ്, ആകെ എത്ര ടീമുകൾ പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തം 10 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ 10 ടീമുകളും കൂടെ ചേർന്ന് ആകെ മൊത്തം 74 മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നിൽക്കണേ, വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നു. 2026 IPL നിന്നും ഒരു രാജ്യത്തിൻ്റെ കായിക താരങ്ങളെ വിലക്കേർപ്പെടുത്തുന്നു. ഏത് രാജ്യത്തെ കായിക താരങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്? ബംഗ്ലാദേശിലെ താരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. അതുകൊണ്ടല്ലേ ഓർത്ത് നോക്കിയേ, ഈ ബംഗ്ലാദേശും ഇന്ത്യയുമായി ചെറിയ ഒരു സൗന്ദര്യപ്പണക്കം അടുത്തിടെ ഉണ്ടായി. അതുകൊണ്ട് കൂടിയല്ലേ ഇന്ത്യയിലും ബംഗ്ലാദേശിലും വെച്ചിട്ടാണ്, ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ച് നടന്ന 2020 വേൾഡ് കപ്പിൽ നിന്നും ആര് പിന്മാറിയത്? ബംഗ്ലാദേശ് പിന്മാറി. ഇത്തവണത്തെ 2020 വേൾഡ് കപ്പിൽ നിന്നും പിന്മാറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് ബംഗ്ലാദേശാണ്. ഈ ബംഗ്ലാദേശിൻ്റെ മുസ്താഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന താരത്തെ ശരിക്കും പറഞ്ഞ ഒരു ടീം ലേലം വിളിച്ചെടുത്തു. ഒടുവിൽ BCCI പറഞ്ഞു എന്ത് ചെയ്യുക, ആ താരത്തെ പുറത്താക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീം എന്ത് ചെയ്യുന്നു, ആ താരത്തെ പുറത്താക്കി പകരം വേറൊരു താരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ 2026 IPL നിന്നും ഏത് രാജ്യ താരങ്ങളാണ് ഒഴിവാക്കിയത്? ബംഗ്ലാദേശിലെ താരങ്ങളെ ഒഴിവാക്കുന്നു. ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ IPL-ലെ താരങ്ങളെ ലേലം വിളിച്ചാണ് എടുക്കുന്നത്, ശരിയല്ലേ? ഓരോ താരങ്ങളെ ലേലം വിളിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത്തവണത്തെ IPL-ന്റെ ചരിത്രത്തിൽ ലേലം നടന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം വരുന്നത് എന്താണെന്നറിയാമോ? IPL-ന്റെ ഈ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലേലത്തുക ലഭിച്ച വിദേശ താരം, ഒരു വിദേശ താരത്തിന് ഏറ്റവും കൂടുതൽ ലേലത്തുക ലഭിക്കുന്നത് 2026-ലാണ്. അപ്പോൾ അറിയണം നിങ്ങൾ ആരാണ് ആ താരം. ആ താരത്തിൻ്റെ പേര് കാമറൂൺ ഗ്രീൻ എന്നാണ്. ഓസ്ട്രേലിയൻ താരമായ കാമറൂൺ ഗ്രീനിനെ, കാമറൂൺ ഗ്രീൻ പച്ച അല്ലേ, കാമറൂൺ ഗ്രീനിനെ
കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വിളിച്ചെടുക്കുന്നത് 25 കോടി 20 ലക്ഷം രൂപയ്ക്കാണ്. ചില്ലറ പൈസയ്ക്കൊന്നുമല്ല, 25 കോടി 20 ലക്ഷം രൂപയ്ക്കാണ് കാമറൂൺ ബ്രൂണിനെ കൊൽക്കത്ത വിളിച്ചെടുക്കുന്നത്. അത് ഈ 19 എഡിഷൻ അല്ലെ IPL ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടിയ ലേലത്തുകയാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം വരുന്നു, IPL ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലേലത്തുക ലഭിച്ച താരമാണ്, അതൊരു ഇന്ത്യൻ താരമാണ്. IPL ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ച താരം കഴിഞ്ഞ വർഷം ഋഷഭ് പന്ത്. കഴിഞ്ഞ വർഷം ഋഷഭ് പന്തിനെയാണ്. ഋഷഭ് പന്തിനെ വിളിച്ചെടുക്കുന്നത് എത്ര കോടി രൂപയ്ക്കാണെന്നറിയാമോ? 27 കോടി രൂപയ്ക്കാണ് ഋഷഭ് പന്തിനെ ഒരു ടീം, ഈ പറയുന്ന ലക്നൗ സൂപ്പർ ജയൻസ് LSG എന്നറിയപ്പെടുന്ന ലക്നൗ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ വിളിച്ചെടുക്കുന്നത് 27 കോടി രൂപയ്ക്കാണ്. 27 കോടി രൂപയ്ക്കെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. അടുത്തതിലോട്ട് പോകുന്നു നമ്മൾ ഫൈനൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫൈനൽ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടിയത്? ഫൈനലിൻ്റെ വേദി നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഫൈനലിൻ്റെ വേദി. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിനെ തിരഞ്ഞെടുത്തത്? ആ സ്റ്റേഡിയത്തിന് പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഏകദേശം 1,13,000 കാണികളെ അക്കോമഡേറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി ആ സ്റ്റേഡിയത്തിനുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തെ അവിടെ എടുക്കുന്നത്. ആ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഫൈനലിൻ്റെ വേദി. ഫൈനൽ ഏറ്റുമുട്ടിയാകട്ടെ RCB വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. RCBയും അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒടുവിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തുടർച്ചയായി 2ാം തവണ ആര് കപ്പടിക്കുന്നുണ്ട്? നമ്മുടെ RCB കപ്പടിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കപ്പടിച്ചത് RCBയാ, ഇത്തവണയും കപ്പടിക്കുന്ന RCBയാണ്. RCBയുടെ ക്യാപ്റ്റനാണ് നിങ്ങളെ കാണുന്നത്, രജത് പട്ടിഡാറാണ്. RCBയുടെ നായകൻ്റെ പേര് രജത് പട്ടിഡാർ. ഇവിടെ ഈ പറയുന്ന ഗുജറാത്തിൻ്റെ നായകൻ ശുഭ്മാൻ ഗിൽ. ഈ ശുഭ്മാൻ ഗിൽ തന്നെയല്ലേ ഇന്ത്യയുടെ പുരുഷ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റന്മാർ തന്നെ? ഇതേ ശുഭ്മാൻ ഗിൽ തന്നെയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഫൈനലിൻ്റെ വേദി എവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. വിജയികൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റണ്ണറപ്പ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ RCBയുടെ എത്രാമത്തെ കിരീടമാണിത്? 2ാമത്തെ കിരീടം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. അതായത് RCBയുടെ 2ാമത്തെ കിരീടമാണ്, തുടർച്ചയായിട്ട് 2ാമത്തെ കിരീടം. കഴിഞ്ഞ കൊല്ലം മുൻപ് വരെ എല്ലാ പ്രാവശ്യവും ഇവർ വരും, ഇസാല കപ്പ് നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് വരും. അവസാനം കഴിഞ്ഞ 17 വർഷക്കാലം കരയാനായിരുന്നു അവർക്ക് വിധി. എന്നാൽ 2025 നടന്ന 18ാമത് എഡിഷനിൽ വിരാട് കോഹ്ലി കിരീടത്തിൽ ചരിത്രത്തിൽ ആദ്യമായി മുത്തമിട്ടു. വീണ്ടും മുത്തമിടുന്നു ഇത്തവണ എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അങ്ങനെ തുടർച്ചയായി 2 കിരീടങ്ങൾ നേടിയ ആദ്യ ടീമാണോ RCB? അല്ല, പിന്നെ ആരൊക്കെയാ? ഇതിനു മുൻപ് 2 ടീമുകൾ നേടിയിട്ടുണ്ട്. ഒന്ന് മുംബൈ ഇന്ത്യൻസ് ആണ്, പിന്നൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 3ാമത്തെ ടീമാണ് ഈ പറയപ്പെടുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ തുടർച്ചയായി 2 കിരീടങ്ങൾ നേടുന്ന 3ാമത്തെ ടീമായി മാറുന്നു RCB. മറ്റ് 2 ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസുമാണ്. അങ്ങനെയെങ്കിൽ അപ്പോൾ ചെന്നൈ CSK ആൻഡ് മുംബൈ ഇന്ത്യൻസ് ആണ് മറ്റ് 2 ടീമുകൾ. ഇനി RCBയുടെ ക്യാപ്റ്റൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, രജത് പട്ടിഡാർ. പട്ടി എന്നൊന്നും പഠിക്കരുത്, പട്ടിഡാർ ഓർത്ത് വെക്കാൻ വേണ്ടി പഠിക്കാം. രജത് പട്ടിഡാർ, ക്രിക്കറ്റുമായി ബന്ധമില്ലാത്ത പട്ടി എന്ന് പഠിക്കാം. ഇനി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ, ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ. ഇനി ഫൈനലിലെ താരം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വിരാട് കോഹ്ലി. ഞാനൊരു 2008 മുതൽ വിരാട് കോഹ്ലിയെ കാണാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഒരു പ്ലെയറിനെ കണ്ടിട്ടില്ല, ഇത്ര ക്രൂഷ്യൽ. എന്ത് ടെൻഷൻ, അയാൾ പറഞ്ഞത് ടെൻഷൻ ഈസ് എ പ്രിവിലേജ് എന്നാണ് പറഞ്ഞത്. അതെങ്കിൽ എന്താ പറയാം, സ്ട്രെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിവിലേജ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ടീം പരാജയപ്പെടുന്നൊരു ഘട്ടം ഇങ്ങനെ തോന്നിച്ചപ്പോൾ വിരാട് കോഹ്ലി ഒന്ന് ഫോമായി കളിച്ചു. എല്ലാപ്പോഴും നിങ്ങൾ വിരാട് കോഹ്ലി ഒരു രക്ഷകൻ ഇമേജാണ്, ശരിക്കും ഒരു രക്ഷകനാണ്. പുള്ളി അവസാനം വരെ നിന്ന് ആ ഫൈനലിൽ 6 അടിച്ച് ജയിപ്പിച്ചപ്പോൾ എന്തായി? ശരിക്കും പറഞ്ഞാൽ അതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞൊരു ഡയലോഗാണ്, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ? സ്ട്രെസ് ഈസ് എ പ്രിവിലേജ്. എല്ലാവർക്കും വരുന്നതല്ല സ്ട്രെസ് ഈസ് എ പ്രിവിലേജ് എന്നാണ് ആര് പറഞ്ഞത്? ഈ പറയുന്ന ആര് പറഞ്ഞതിന് ഓർക്കുന്നില്ല. എന്തായാലും അങ്ങനെയാണ് വിരാട് കോഹ്ലിയുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഫൈനലിലെ താരം ആരാണ്? വിരാട് കോഹ്ലി. ഒന്ന് ആലോചിച്ച് നോക്കണേ, 1 ലക്ഷം കാണികൾ, എത്രയോ കോടി ജനങ്ങൾ IPLൻ്റെ ഫൈനൽ കണ്ടുകൊണ്ടിരിക്കുക. അതൊന്നും എനിക്ക് വിഷയമല്ല. എൻ്റെ ടീമിനെ ഞാൻ എന്ത് ചെയ്യും? ജയിപ്പിച്ചിരിക്കുമെന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കിങ്സ് ആറ്റിറ്റ്യൂഡാണ് ആർക്കുള്ളത്? വിരാട് കോഹ്ലിക്കുള്ളത്. നമ്മൾ ശരിക്കും പറഞ്ഞ PSC ഉദ്യോഗാർത്ഥികൾ കണ്ടുപഠിക്കേണ്ട ആറ്റിറ്റ്യൂഡും ആ കിങ്സ് ആറ്റിറ്റ്യൂഡാണ്. അടുത്ത് പോയി നോക്കിയ യെസ്, വിരാട് കോഹ്ലിയും സംഘവും കിരീടമുയർത്തുന്ന ദൃശ്യമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ദെൻ ഇനി നമ്മൾ പറയേണ്ട ഒരു ചെക്കനുണ്ട്, ഒരു 1.5 മുതലാണ്. ഓക്കെ, 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കഴിഞ്ഞ 2025 IPL 14 വയസ്സായിരുന്നു പ്രായം. അവനെ രാജസ്ഥാൻ റോയൽസ് 1,10,00,000 രൂപയ്ക്ക് വിളിച്ചെടുത്തു. അന്ന് അവനായിരുന്നു IPL ചരിത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. IPL അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. IPL അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം അല്ലേ? അപ്പോൾ IPL അരങ്ങേറ്റം കുറിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ താരം 14 വയസ്സ്, 1,10,00,000 രൂപയ്ക്ക് വിളിച്ചെടുക്കുന്നു രാജസ്ഥാൻ റോയൽസ്. അവരുടെ വിളി വെറുതെ ആയാലും എല്ലാവരും വിചാരിച്ചു ഈ ചെറുക്കൻ എന്തിനാ അപ്പോൾ 1 കോടി കൊടുത്തു കൊടുക്കുക, അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞവർക്ക്, വിമർശിച്ചവർക്ക്, 3ാമത്തെ മത്സരത്തിൽ ചെക്കനൊരു സെഞ്ചുറി അടിച്ചു. അങ്ങനെ സെഞ്ചുറി അടിച്ച് വരവറിച്ചു. അപ്പോൾ അടുത്ത റെക്കോർഡ് വീണു. അടുത്ത റെക്കോർഡ് എന്തായിരുന്നു ആ ചെക്കൻ നേടിയത്? IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അല്ലേ? IPL സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം നമ്മുടെ വൈഭവ് സൂര്യവംശിയാണ്. 14 വയസ്സേ അന്ന് ചെക്കന് പ്രായമുള്ളൂ. അന്ന് അവൻ്റെ സെഞ്ചുറി എത്ര ബോളാണെന്ന് അറിയാമോ? 35 പന്തുകളിലാണ്. അപ്പോൾ അടുത്ത റെക്കോർഡ് വരുന്നു. ഒരു ഇന്ത്യൻ താരത്തിൻ്റെ IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, ഫാസ്റ്റസ്റ്റ് IPL സെഞ്ചുറി ബൈ ആൻ ഇന്ത്യൻ. ഒരു ഇന്ത്യൻ താരത്തിൻ്റെ IPLൻ്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. അപ്പോഴും ലോകതാരമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് IPL സെഞ്ചുറി. IPLലെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറിയാണ് ആര്? സൂര്യവംശി കുറിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം വരും, ആണോ 35 ബോളിന് മുന്നേ അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ട്. അതാരാന്നറിയാമോ? അത് സാക്ഷാൽ ക്രിസ് ഗെയിലാണ്. ദ യൂണിവേഴ്സൽ ബോസ് എന്ന വിളിപ്പേരുള്ള അപരനാമമുള്ള സാക്ഷാൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്രിസ് ഗെയിലാണ് 30 പന്തുകളിൽ വിതിൻ 30 ബോൾസ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി ഇൻ IPL. ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം അത് ഈ പറയപ്പെടുന്ന ക്രിസ് ഗെയിലാണ്. 30 പന്തുകൾ സെഞ്ചുറി. ഇത് ഈ പറഞ്ഞ റെക്കോർഡെല്ലാം വൈഭവ് 2025 കഴിഞ്ഞ വർഷം കുറിച്ച റെക്കോർഡാ. അതൊരു സൂചനയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം എമർജിംഗ് പ്ലെയർക്കുള്ള സ്ട്രൈക്കർ ഓഫ് ദ ടൂർണമെൻറ്റ്, കഴിഞ്ഞ വർഷത്തെ സ്ട്രൈക്കർ ഓഫ് ദ ടൂർണമെൻറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ വൈഭവ് സൂര്യവംശിയായിരുന്നു. സ്റ്റാർ സ്ട്രൈക്കർ, മികച്ച അടിക്കാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് വൈഭവ് സൂര്യവംശിയായിരുന്നു. അന്നൊരു തുടക്കമാണ് ചെറുക്കൻ കൊടുത്തത്. എന്നാൽ അതേ പയ്യൻ ഇപ്പോൾ 2026 IPL വന്നു, പ്രായം 15 വയസ്സ്. നിങ്ങൾ ആലോചിക്കണം, അന്നൊരു തീപ്പൊരിയാണ് കത്തിയത്, ഒരു സ്പാർക്കാണ് ഇട്ടതെങ്കിൽ ഇത്തവണത്തെ IPL അങ്ങ് തൂക്കി ചെക്കൻ. ഇത്തവണത്തെ IPL ശരിക്കും തൂക്കി എന്ന് പറയാം. ആകെയുള്ള അവാർഡുകളിൽ 8 അവാർഡുകളിൽ 5 അവാർഡ് നേടിയതാരാണ്? വൈഭവ് സൂര്യവംശിയാണ്. അറിയണം നിങ്ങൾ ഏതൊക്കെയാണ് അവാർഡുകളെന്ന്. അപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ താരമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, ടൂർണമെൻറ്റിലെ താരം എന്നൊക്കെ പറയൂലേ, അക്ഷരാർത്ഥത്തിൽ ടൂർണമെൻറ്റിലെ താരമായിരുന്നു വൈഭവ് സൂര്യവംശി. അതാണ് മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, വിലപിടിപ്പുള്ള താരം. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, അത് മാൻ ഓഫ് ദ ടൂർണമെൻറ്റിന് കൊടുക്കുന്ന പുരസ്കാരമാണത്. IPL അതിനെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്നാ പറയുക. അത് വൈഭവ് സൂര്യവംശിയാണ്. എമർജിംഗ് പ്ലെയർ, വളർന്നു വരുന്ന താരം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം അറിയുന്ന വാർത്ത, ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ ടീമിലേക്ക് വൈഭവ് സൂര്യവംശി വരുന്നു. ശ്രേയസ് അയ്യർ നായകനായി വരുന്നു. അപ്പോൾ വൈഭവ് സൂര്യവംശി ദേശീയ ടീമിലേക്ക് കുപ്പായം അണിയാൻ പോകുന്നു 15ാമത്തെ വയസ്സിൽ. ഓർക്കണം നിങ്ങൾ. അപ്പോൾ എമർജിംഗ് പ്ലെയർ വൈഭവ് സൂര്യവംശി, വളർന്നു വരുന്ന താരം. ഓക്കെ, എമർജിംഗ് പ്ലെയർ വൈഭവ് സൂര്യവംശി. ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന IPL ഏറ്റവും കൂടുതൽ റൺസുകൾ നേടുന്ന താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഓറഞ്ച് ക്യാപ്പ്. ഒരു ഓറഞ്ച് തൊപ്പിയും കൊടുക്കും. ആ ഓറഞ്ച് ക്യാപ്പ് പുരസ്കാരത്തിനുടമ വൈഭവ് സൂര്യവംശി. ഇത്തവണ IPL 776 റൺസ് നേടി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി. ഇനി കേൾക്കണേ നിങ്ങൾ, ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം. 75 സിക്സാണ് ചെക്കൻ അടിച്ചത്. 72 സിക്സാണ് ചെക്കൻ എന്ത് ചെയ്യുന്നത്, അടിച്ചു കൂട്ടുന്നത് ഈ IPL സീസണിൽ. 72 സിക്സ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് അറിയുന്നവർക്കറിയാം, ഒരു ഓവർ എന്ന് പറഞ്ഞാൽ 6 പന്ത്. അങ്ങനെ 12 ഓവർ ആകുമ്പോഴേ 72 സിക്സ് അടിക്കാൻ പറ്റും അല്ലേ? അതായത് 12 ഓവർ അടിക്കുന്നു, അടിയോടടി. ഈ എടുത്ത 776 റൺസിൽ നമുക്കൊന്ന് നോക്കാം.
72 × 6, 72 × 6 പറയുമ്പോൾ 6 2 12, 12 നിന്ന് 2 1 ഇഷ്ടം, 6 7 42, 43, 432 റൺസ് സിക്സറിൽ നിന്ന് അടിച്ചത്. ഈ അടിച്ച 776 റൺസിൽ 432 റൺസ് വന്ന് എങ്ങനെയാ? വെറും 6 അടിച്ച് മാത്രം. ചെറിയ കാര്യമല്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം വൈഭവ് സൂര്യവംശി. ഈ ടൂർണമെന്റിലേക്ക് വരുന്നതിന് മുൻപ്, IPL 2020 വരുന്നതിന് മുമ്പ് ഒരു മാധ്യമപ്രവർത്തകൻ വൈഭവിനോട് ചോദിച്ചു, മോനെ കുട്ടാ, നിനക്ക് ഈ IPL നിന്റെ ടാർഗറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി, എനിക്ക് IPL സാക്ഷാൽ ക്രിസ് ഗെയിൽ നേടിയ റെക്കോർഡുണ്ട്. ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ക്രിസ് ഗെയിലിൻ്റെ പേരിലാണ്. IPL ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം എന്ന റെക്കോർഡ് ക്രിസ് ഗെയിലിൻ്റെ പേരിലാണ്. IPL ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം അത് ക്രിസ് ഗെയിലിൻ്റെ പേരിലാണ്. ഇതെല്ലാം തൂക്കും എന്നാണ് ചെക്കൻ പറഞ്ഞത്. ഒരു 2 കൊല്ലം കൊണ്ട് ഇതങ്ങ് തൂക്കിയിരിക്കും ചെക്കൻ, എൻ്റെ വാക്കാണ്. അടുത്തതിലോട്ട് പോവാം. ഇനി ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് കൂടിയ താരമാര്? അതും നമ്മുടെ വൈഭവ് സൂര്യവംശിയ. എന്താണ് ഈ ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയാം? അതായത് ചുരുങ്ങിയ പന്തുകളിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരത്തിന് വിളിക്കുന്ന ആ ഒരു അവാർഡാണ് ഈ പറയുന്ന ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പന്തിൽ 1 റൺസ് എടുത്തു കഴിഞ്ഞാൽ 100 സ്ട്രൈക്ക് റേറ്റ്, ഒരു പന്തിൽ 2 റൺസ് എടുത്തു കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് 200, ഒരു പന്തിൽ 6 അടിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് 600. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 230+ ആണ് അവൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അതൊന്നും പഠിക്കണ്ട, അവൻ ബെസ്റ്റ് സ്ട്രൈക്ക് റേറ്റ്, ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് കൂടിയ താരത്തിലുള്ള പുരസ്കാരം വൈഭവ്. 5 അവാർഡ് അങ്ങ് തൂക്കിയിട്ടുള്ള മാസ് ഇരിപ്പാണ് നിങ്ങളാ കാണുന്നത്. എടാ ഇത് നോക്കണേ, ഓരോ അവാർഡിനും 10 ലക്ഷം രൂപയാണ് തുക. ഇതിന് 10 ലക്ഷം രൂപ, ഇതിന് 10 ലക്ഷം രൂപ, ഓറഞ്ച് ക്യാപ്പിന് 10 ലക്ഷം രൂപ, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇതിനും 10 ലക്ഷം രൂപ, ഇതിന് 10 ലക്ഷം രൂപ പ്ലസ് ഒരു കാറും ഉണ്ട്. അതായത് ഈ IPL 2 മാസം കൊണ്ട് ചെക്കൻ ഉണ്ടാക്കിയെടുത്ത ഈ ട്രോഫിയിൽ നിന്ന് മാത്രം അന്നത്തെ ദിവസം ഉണ്ടാക്കിയത് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം പ്ലസ് ഒരു കാറ്. നിങ്ങൾ 15ാമത്തെ വയസ്സിൽ നിങ്ങളെന്നല്ല എന്നെയും കൂടെ ചേർത്ത് പറയാം, ഞാനും നിങ്ങളും മണ്ണപ്പം ചുട്ട് കളിച്ചുകൊണ്ട സമയത്ത് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് A+ കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ കയറോ ഇല്ലയോ എന്ന് വിചാരിച്ചുകൊണ്ട സമയത്ത് നേടിയ നേട്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനതിനെ എന്ത് പറഞ്ഞ ആ ചെക്കനെ നമുക്ക് മഹാന്മാർ വിശേഷിപ്പിക്കുന്നത്, ക്രിക്കറ്റ് താരം വിശേഷിപ്പിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്ലെയറിനെ കണ്ടിട്ടില്ല എന്നാണ്. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഇമാതിരി ഒരു പ്ലെയറിനെ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെന്ന് പറയുന്നത് സച്ചിനെ നമുക്കെടുക്കാം. സച്ചിന് മുൻപേ ഡോൺ ബ്രാഡ്മാൻ ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇതിഹാസ താരമായ വിവിയൻ റിച്ചാർഡ്സ് ഒക്കെ ഉണ്ട്. അവർ പോലും പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെ ഒരുത്തനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ KN അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ IPL ഫൈനലിൽ അമ്പയർ ആയിരുന്ന KN അനന്തപത്മനാഭൻ മലയാളി അമ്പയർ. അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഒരു 15 വയസ്സുകാരൻ്റെ കളിയല്ല ഈ ചെക്കൻ കളിച്ചു കൂട്ടുന്നത്, അതൊന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നാണ് അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ആര് പറയുന്നത്? KN അനന്തപത്മനാഭൻ എന്ന ഇന്ത്യൻ മലയാളി അമ്പയർ പറയുന്നത്. അടുത്തിലോട്ട് പോവാം. ഏറ്റവും കൂടുതൽ ഇനി ആ ബാക്കിയുള്ള 4 അവാർഡ് ആർക്കൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. അവിടെ നോക്കി, ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരത്തിനുള്ള പർപ്പിൾ ക്യാപ്പ് പുരസ്കാരം നേടുന്നത് കാഗിസോ റബാഡ 29 വിക്കറ്റുകൾ നേടുന്നു. സൗത്ത് ആഫ്രിക്കൻ താരമാണ്, ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ, റൺസ് നേടുന്നതിന് ഓറഞ്ച് ക്യാപ്പ് ആണെങ്കിൽ വിക്കറ്റ് നേടിയ താരത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന പർപ്പിൾ ക്യാപ്പ് പുരസ്കാരം. ആ പർപ്പിൾ ക്യാപ്പ് പുരസ്കാരം ലഭിക്കുന്ന ആരാണ്? കാഗിസോ റബാഡ, ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി. ഇനി ഏറ്റവും കൂടുതൽ സിക്സർ നേടിയത് വൈഭവല്ലേ. ഏറ്റവും കൂടുതൽ 4കൾ നേടിയ താരം അത് സായി സുദർശനാണ്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സായി സുദർശൻ 75 4 നേടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ 4കൾ നേടുന്ന താരം സായി സുദർശൻ, 75 4കൾ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി. അങ്ങനെയെങ്കിൽ ക്യാച്ച് ഓഫ് ദ സീസൺ, ഈ സീസണിലെ ഏറ്റവും മികച്ച ക്യാച്ച് ഓഫ് ദ സീസണായി തിരഞ്ഞെടുക്കപ്പെടുന്നത് മനീഷ് പാണ്ഡെയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മനീഷ് പാണ്ഡെയാണ് ഈ സീസണിലെ ഏറ്റവും മികച്ച ക്യാച്ച് നേടിയതിനുള്ള പുരസ്കാരം നേടുന്നത്. മനീഷ് പാണ്ഡെ ഫോർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ദെൻ ഫെയർ പ്ലേ അവാർഡ് നേരിട്ട്. ഫെയർ പ്ലേ എന്താണ്? ഫെയർ പ്ലേ മാനം മര്യാദയ്ക്ക് കളിക്കുന്ന ടീം, വല്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിക്കുന്ന ടീം. കുറേ മാനദണ്ഡങ്ങളുണ്ട്, നിങ്ങൾ ഫെയർ പ്ലേ എന്ന് മാത്രം പഠിച്ചാൽ മതി. ഫെയർ പ്ലേ അവാർഡിൻ്റെ ടീം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതെന്നറിയാമോ? അത് പഞ്ചാബ് കിങ്സ് ആണ്. അപ്പോൾ ഇത്തവണ ഫെയർ പ്ലേ അവാർഡിൻ്റെ ടീം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാ? അത് പഞ്ചാബ് കിങ്സ് ആണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, യെസ്, കാഗിസോ റബാഡ കണ്ടോ പർപ്പിൾ ക്യാപ്പൊക്കെ വെച്ച് നിൽക്കുന്നത്. ഇത് കണ്ടോ, നമ്മുടെ സായി സുദർശൻ, ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ 4കൾ നേടിയത്. ഓറഞ്ച് ക്യാപ്പ്, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഓറഞ്ച് ക്യാപ്പ് വൈഭവ് തൂക്കി. ദെൻ
അടുത്തത് IPL കുറേ റെക്കോർഡുകളുണ്ട്. ആ റെക്കോർഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. IPL ഏകദേശ റെക്കോർഡൊക്കെ നമ്മുടെ വിരാട് കോഹ്ലി തൂക്കി. കാരണം 19 വർഷമായിട്ട് വിരാട് കോഹ്ലി IPL കളിക്കുന്നുണ്ട്. ഒരേ ടീമിന് വേണ്ടി RCBക്ക് വേണ്ടി 19 വർഷം കളിച്ച താരമാണ്. IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ ഫോറുകൾ നേടിയ താരം വിരാട് കോഹ്ലിയാണ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം വിരാട് കോഹ്ലിയാണ്, 9 സെഞ്ചുറി. ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ്, 68 അർദ്ധ സെഞ്ചുറി. അങ്ങനെയെങ്കിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം, ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം അത് വിരാട് കോഹ്ലിയാണ്. 973 റൺസ്. 1000 റൺസിന് 27 റൺസ് മാത്രം കുറയും. എമ്മാതിരി അടിയായിരുന്നു ഒന്ന് 2016 വേൾഡ് കപ്പിൽ 973 റൺസ്. അപ്പോൾ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം എന്ന റെക്കോർഡും ആരുടെ പേരിലാണ്? സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ പേരിലാണ്. 2016 ഈ 970 റൺസ് തൂക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ താരം, വിക്കറ്റ് കീപ്പർ അല്ലാതെ, ഇപ്പോൾ വിക്കറ്റ് കീപ്പറുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ക്യാച്ച് വരിക. വിക്കറ്റ് കീപ്പറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആസ് എ ഫീൽഡിംഗ് പ്ലെയർ, ഒരു ഫീൽഡിംഗ് താരത്തിന് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ താരവും സാക്ഷാൽ വിരാട് കോഹ്ലിയാണ്. ഒന്നും കൂടി, ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ, ഏറ്റവും കൂടുതൽ റൺസുകൾ, ഏറ്റവും കൂടുതൽ ഫോറുകൾ, ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ, ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ, ഏറ്റവും കൂടുതൽ ഒരു മത്സരത്തിൽ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് വിരാട് കോഹ്ലിയുടെ പേരിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയതും ആര് തന്നെ? സാക്ഷാൽ വിരാട് കോഹ്ലി തന്നെയാണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. കിങ് കോഹ്ലി ഇതൊക്കെ എത്രയേ ഉള്ളോ മച്ചാനെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കോഹ്ലിനെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, കാണാനായിട്ട് പറ്റും. ദെൻ ഇനി ബാക്കിയുള്ള 1-2 റെക്കോർഡ് അത് ആരുടെ പേരിലാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഏകദേശം ഒന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും കോഹ്ലി ഓപ്ഷൻ ഉണ്ടെങ്കിൽ അടിക്കാം, ആ രീതിയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളേ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയത് ആര്? ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരമെന്നറിയപ്പെടുന്നത് യൂസവേന്ദ്ര ചഹാലാണ്. ചഹാൽ എന്ന് വിളിക്കാം. യൂസവേന്ദ്ര ചഹാലാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം. ഒരു ടീമിനെ പറ്റി പറയാൻ പറ്റില്ല, ഇദ്ദേഹം ഒന്നിൽ കൂടുതൽ ടീമിൽ കളിച്ചിട്ടുണ്ട് ഈ വർഷങ്ങളിടയിൽ. അപ്പോൾ യൂസവേന്ദ്ര ചഹാലാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം ഞാൻ മുന്നേ സൂചിപ്പിച്ചു, ആരാണ്? ക്രിസ് ഗെയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമാര് എന്ന് ചോദിച്ചപ്പോഴാണ് അത് ക്രിസ് ഗെയിലും. ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ, ഒരു മത്സരത്തിൽ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ, ആ റെക്കോർഡും ഈ റെക്കോർഡാണ് വൈഭവ് ബ്രേക്ക് ചെയ്യണമെന്ന് പറയുന്നത്. 66 പന്തുകളിൽ 175 റൺസ്. അപ്പോൾ ഒരു താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ക്രിസ് ഗെയിലാണ്, 175 റൺസ് 66 പന്തുകളിൽ നിന്ന്. ഇനി ഏറ്റവും കൂടുതൽ തവണ IPL ഏറ്റവും കൂടുതൽ തവണ ചാമ്പ്യന്മാരായ ടീമുകൾ ഏതൊക്കെ? 2 ടീമുകളാണ്. ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസും. 2 ടീമുകളും 5 കിരീടം വീതം നേടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ IPL ചാമ്പ്യന്മാരായ ടീമുകൾ 2 എണ്ണമാണ്. ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സും മറ്റൊന്ന് മുംബൈ ഇന്ത്യൻസുമാണ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ യൂസവേന്ദ്ര ചഹാൽ, ഇതാണ് സാക്ഷാൽ ക്രിസ് ഗെയിൽ. വെസ്റ്റ് ഇൻഡീസിൻ്റെ താരമാണ് ക്രിസ് ഗെയിൽ. അപ്പോൾ കംപ്ലീറ്റ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു വെച്ചു, അവിടെ പറഞ്ഞു വെച്ചു. ഇത്രയും ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് മെല്ലെ പോവുകയാണ്. യെസ്, 16ാം കേരള നിയമസഭ. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദൃശ്യമാണത്. ഒരു കാലത്ത് എൻ്റെ ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ് ഈ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോഴും അല്ല എന്നല്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയെങ്കിലും എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഒന്ന് നിറവേറ്റിക്കോട്ടെ. ഓക്കെ, ഈ പറയുന്ന MS പ്രദീപ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും പുലർത്തുമെന്നും ഒരു പൗരനെന്ന നിലയിൽ സംതിങ് ബ്ലാ 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 എന്ന് പറയുന്ന ആ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. യെസ്, നോക്കാം നമുക്ക് 16ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ്. ഞാൻ വളരെ ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്, മന്ത്രിമാരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ചില ആൾക്കാർ എന്നോട് ചോദിച്ചു, സാറേ കോഡുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ വിട്ട സമയത്ത് എനിക്ക് കോഡ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല. കാരണം ഞാൻ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞാണ് നേരെ വന്നത്. ബാക്കി എല്ലാം സെറ്റാക്കി വെച്ചു. എന്നിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിലോട്ട് കയറിയിട്ട് കോഴിക്കോട് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് 3:30 മണിക്ക് ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് രാവിലെ 11 മണിക്ക് മന്ത്രിമാരെ പ്രഖ്യാപിച്ചു. അപ്പോൾ 3:30 മണിക്ക് നേരെ വന്നിട്ട് സ്ലൈഡ് ഉണ്ടാക്കി പ്രസൻറ്റ് ചെയ്തു ഞാൻ. അപ്പോൾ എന്നോട് ചോദിച്ചു, സാറേ കോഡ് കൂടെ വെച്ചാൽ നന്നായിരുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ ക്ലാസ്സുകളിൽ പിന്നീട് കോഡ് വെച്ച ക്ലാസ് പോയത്. ആ കോഡ് ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. നമുക്ക് നോക്കാം. അതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. 2026 നടന്നു. അപ്പോൾ ഒന്നും കൂടെ
നല്ല കിടിലൻ കോഡുമായിട്ട് പുറകെ വരുന്നുണ്ട്. ആരും എന്ത് ചെയ്യരുത്, പകുതിക്ക് വെച്ച് ഇറങ്ങി പോകരുത് എന്ന് ആദ്യമേ തന്നെ പറയുകയാണ്. അപ്പോൾ എത്രാമത്തെ തെരഞ്ഞെടുപ്പ്? 2026 അരങ്ങേറിയത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ എത്രാമത്തെ തെരഞ്ഞെടുപ്പാണ് എന്ന് ചോദിച്ചാൽ 17. കേരളത്തിൽ 17 തവണ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. എന്നാൽ നിലവിൽ വന്ന നിയമസഭ എത്രാം കേരള നിയമസഭയാണ് എന്ന് ചോദിച്ചാൽ 16. അതെന്താ അങ്ങനെ? കേരളത്തിൽ 17 തവണ തെരഞ്ഞെടുപ്പ് നടന്നു, പിന്നെന്താ നിയമസഭ മാത്രം 16 പോയത്? അറിയണ്ടേ? അത് നിങ്ങളൊരു ചരിത്രം അറിയണം. വർഷം 1965. 1965 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ഒരു മുന്നണിക്കും വ്യക്തമായ എന്ത് ലഭിച്ചില്ല? ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് അന്ന് ആ നിയമസഭയെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ പറയുന്ന 17 തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും നിയമസഭ മാത്രം 16 പോയത്. അപ്പോൾ 1965 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് ആ നിയമസഭ എന്ത് ചെയ്യാണ്? പിരിച്ചുവിട്ടുകൊണ്ട് ആ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ 17 തവണ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും നിലവിൽ വന്ന നിയമസഭയുടെ എണ്ണം മാത്രം എത്രയായി പോയത്? 16 പോയെന്ന കാര്യം ഓർക്കുക. ഇനി എന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് അറിയണ്ടേ? എന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? 2026 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 9-ാം തീയതിയാണ് 16-ാം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 മെയ് മാസം 4-ാം തീയതി അതിൻ്റെ റിസൾട്ട് വരികയാണ്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ, ഇൻക്ലൂഡിങ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതെന്നാണ് എന്ന് ചോദിച്ചാൽ മെയ് മാസം 18. അപ്പോൾ ചിലർ ചിന്തിക്കും അതെന്താ 21 മാത്രം, അതിൽ കൂടാൻ പാടില്ലേ? കാരണം കുറേ മന്ത്രിമോഹികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, സ്ഥാനമോഹികളൊക്കെ. പിന്നെന്താ നിങ്ങളെന്താ 21 കൂടുതൽ പേർ കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് എൻ്റെ മറുപടി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഒരു നിയമസഭയുടെ അല്ലെങ്കിൽ ലോക്സഭയുടെ ആകെയുള്ള അംഗസംഖ്യയുടെ 15% പേർക്ക്, ആകെയുള്ള അംഗസംഖ്യയുടെ 15% പേർക്ക് മാത്രമേ മന്ത്രിസഭയുടെ ഭാഗമാകാൻ പറ്റൂ. അപ്പോൾ 140-ൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 21. ഇവിടെ 0 വെട്ടിപ്പോയി, 5-ൽ നിന്ന് 3, ഇവിടെ 2, 7, അങ്ങനെ 7 × 3 7 × 3 21 നമുക്ക് എന്ത് ചെയ്യാം? കിട്ടും. അതുകൊണ്ടാണ് 21 ഫിക്സ് ആക്കിയത്. അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഇനി ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 പേർ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യ സമ്മേളനം, ഫസ്റ്റ് സെഷൻ, 16-ാം കേരള നിയമസഭയുടെ ആദ്യ സഭാ സമ്മേളനം നടന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2026 മെയ് മാസം 21. അപ്പോൾ 2026 കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം 21-ാം തീയതിയാണ് 16-ാം കേരള നിയമസഭ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? സമ്മേളിക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അടുത്ത പോയിന്റ് വരുന്നു, എത്ര നിയോജക മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്? നമുക്ക് എല്ലാവർക്കും അറിയാം 140 നിയോജക മണ്ഡലങ്ങൾ. ആ 140 നിയോജക മണ്ഡലങ്ങളിൽ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ അഥവാ SC റിസർവ്ഡ് സീറ്റിൻ്റെ എണ്ണം 14, പട്ടികവർഗം അഥവാ ST സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം 2-മാണ്. ഏതൊക്കെയാണ് 2 സംവരണ മണ്ഡലങ്ങൾ? ഒന്ന് സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ മറ്റൊന്ന് മാനന്തവാടിയുമാണ്. അപ്പോൾ സുൽത്താൻ ബത്തേരിയും അതുപോലെ തന്നെ മാനന്തവാടിയുമാണ് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തിലോട്ട് പോവാം. നമുക്ക് അടുത്ത് നമ്മുടെ പ്രധാനപ്പെട്ട 2 പദവികളിലേക്ക് പോവാം. 16-ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണത്? അബു ജോൺ ജോസഫ്. തൊടുപുഴ മണ്ഡലത്തെ MLA ആണ് അബു ജോൺ ജോസഫ്. ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു MLA മാർക്കിടയിൽ ഒരു ബ്രിഡ്ജ്, ഒരു പാലം പോലെ ആക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വോട്ടിംഗ് വരുമ്പോൾ, നിയമസഭയിൽ ഒരു വോട്ടിംഗ് വരുമ്പോൾ MLA മാർക്ക്, ഭരണകക്ഷി MLA മാർക്ക് വിപ്പ് കൊടുക്കും. ആ വിപ്പ് കൊടുക്കും, എന്നിട്ട് കൃത്യമായിട്ട് എന്ത് വോട്ട് രേഖപ്പെടുത്തുമെന്ന് പറയും. ആ വോട്ട് ലംഘിച്ച് കഴിഞ്ഞാൽ വിപ്പ് ലംഘിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ബ്രിഡ്ജ്, ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ചീഫ് വിപ്പ് എന്ന് പറയുന്ന പദവി. ആ ചീഫ് വിപ്പാണ് അബു ജോൺ ജോസഫ്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവുമായ PJ ജോസഫ് സാറിൻ്റെ മകനാണ് അബു ജോൺ ജോസഫ് എന്ന കാര്യം അവിടെ ഓർക്കുക, ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇനി 16-ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ. 16-ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് G സുധാകരനാണ്. എന്താണ് പ്രോടൈം സ്പീക്കർ? പുതിയ ഒരു സഭ നിലവിൽ വന്നു കഴിഞ്ഞാൽ അത്
ഈ പറയുന്ന ലോക്സഭ ആയിക്കോട്ടെ സംസ്ഥാന നിയമസഭ ആയിക്കോട്ടെ, അവിടെ പുതിയൊരു സഭാനാഥൻ, പുതിയൊരു സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന മനുഷ്യനെയാണ് നമ്മൾ പ്രോട്ടൈം സ്പീക്കർ എന്ന് വിളിക്കുക. ശരിയല്ലേ? അങ്ങനെ 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കറായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ജി സുധാകരൻ. ഈ സാധാരണഗതിയിൽ പറയുക സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം, ദ സീനിയർ മോസ്റ്റ് ലീഡർ, അത് തലനരയുടെ അടിസ്ഥാനത്തിലല്ല, ആസ് പെർ സീനിയോറിറ്റി പ്രകാരം സഭയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെയാണ് പ്രോട്ടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് എന്നാണ് വെപ്പ്. പക്ഷെ ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കും ആരെ പ്രോട്ടൈം സ്പീക്കർ ആക്കണമെന്ന്. അങ്ങനെയാണ് ജി സുധാകരൻ കേരളത്തിലെ പ്രോട്ടൈം സ്പീക്കറായി മാറുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഈ പ്രോട്ടൈം സ്പീക്കറായ സത്യം പറഞ്ഞ ആരുമില്ല. പ്രോട്ടൈം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുൻപിലാണ്. അങ്ങനെയെങ്കിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആർക്കും മുമ്പില, മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആർക്കും മുമ്പില, അത് ഈ പറയുന്ന ഗവർണർക്ക് മുമ്പിലാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ എം എൽ എമാരായി സത്യപ്രതിജ്ഞ ആർക്കും മുമ്പില? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് ആദ്യ സഭാ സമ്മേളനം നടന്ന മെയ് മാസം 21-ാം തീയതിയല്ലേ? മെയ് മാസം 21-ാം തീയതി ആദ്യമായി സഭ സമ്മേളിക്കുമ്പോഴുള്ള ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് MLA-മാരുടെ സത്യപ്രതിജ്ഞയാണ്. MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യും. അങ്ങനെ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ സ്പീക്കറിൻ്റെ കസേരയിൽ ഒരാൾ ഇരിക്കുമല്ലോ. പുതിയ സ്പീക്കറെ തിരഞ്ഞെടുത്തില്ലല്ലോ. അപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രോട്ടൈം സ്പീക്കർ. പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നവരെ സഭാ നടപടി ആരാ? പ്രോട്ടൈം സ്പീക്കറാണ്. അപ്പോൾ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ MLA-മാരുടെ സത്യപ്രതിജ്ഞ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? പ്രോട്ടൈം സ്പീക്കറാണ്. പ്രോട്ടൈം സ്പീക്കറുടെ മുന്നിലാണ് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രോട്ടൈം സ്പീക്കർക്ക് മുന്നിലാണ്. ശ്രദ്ധിച്ച് കേട്ടോ. അങ്ങനെ 21-ാം തീയതി MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തൊട്ടടുത്ത ദിവസം 22-ാം തീയതി സ്പീക്കറിൻ്റെ തെരഞ്ഞെടുപ്പുണ്ടായി. പുതിയ സ്പീക്കറെ വോട്ടിനിട്ട് തിരഞ്ഞെടുക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കറിയാം. അങ്ങനെ പുതിയ സ്പീക്കറെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ പുതുതായി തിരഞ്ഞെടുത്ത സ്പീക്കറിനെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് ഇങ്ങനെ വരും, സ്പീക്കറിൻ്റെ കസേരയിലോട്ട് വരും. അപ്പോൾ അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? എണീച്ച് മാറിക്കൊടുത്തിട്ട് പുതിയ സ്പീക്കറോട് സാറേ ഇരുന്നോളൂ എന്ന് പറയുന്നു. ഇതോടുകൂടി നമ്മുടെ പ്രോട്ടൈം സ്പീക്കറിൻ്റെ റോൾ അവിടെ അവസാനിച്ചു. പിന്നെ അയാൾക്ക് എവിടെയും റോളില്ല. പിന്നെ കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലല്ലാതെ വേറെ എവിടെയും അയാൾക്ക് എന്തില്ല? റോളില്ല എന്നോർത്തോണം. അപ്പോൾ 16-ാം കേരളം നടന്ന പ്രോട്ടൈം സ്പീക്കർ ആരാണ്? അത് ജി സുധാകരനാണ്. മണ്ഡലം അമ്പലപ്പുഴ, ഈസിൻ ആലപ്പുഴ. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തലോട്ട് പോവാം. ഇനി പുതിയ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. UDF-കാർ മുന്നോട്ട് വെച്ച പേരാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേര് മുന്നോട്ട് വെക്കുന്നു UDF-കാർ. LDF-ഉം വെറുതെ വിട്ടില്ല. LDF-ഉം ഒരാളെ നിർത്തി. AC മൊയ്തീൻ എന്ന് പറയുന്ന MLA LDF-കാർ മുന്നോട്ട് വെച്ചു. NDA-ക്കാരും വെറുതെ ഇരുന്നില്ല, അവരും മുന്നോട്ട് വെച്ചു. ആരെ? BB ഗോപകുമാറിനെ മുന്നോട്ട് വെച്ചു. ഇത്തവണ UDF-ന് ആകെ ലഭിച്ചത് 102 സീറ്റ് ലഭിച്ചു. LDF-ന് ആകെ ലഭിച്ചത് 35 സീറ്റാണ്. NDA-ക്ക് ആകെ ലഭിച്ചത് എത്ര സീറ്റാ? 3 സീറ്റാണ്. അങ്ങനെയാണ് ടോട്ടൽ 140 ആയത്. അപ്പോൾ ടോട്ടൽ 140-ൽ UDF-ന് 102 കിട്ടി. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര വോട്ട് കിട്ടി? സ്വാഭാവികമായിട്ട് തിരുവഞ്ചൂരെ വിജയിക്കത്തുള്ളൂ. തിരുവഞ്ചൂരിന് 101 വോട്ടുകളാണ് ലഭിച്ചത്. അതെന്താ 101 വോട്ട്? ഒരു വോട്ട് അവിടെ പോയി. ആ ഒരു വോട്ടല്ലേ, അയാളല്ലേ നമ്മുടെ പ്രോട്ടൈം സ്പീക്കർ ആയിട്ടിരിക്കുന്ന ജി സുധാകരൻ ഇവരുടെ കൂടെയല്ലേ. അപ്പോൾ പ്രോട്ടൈം സ്പീക്കർക്ക് എന്ത് ചെയ്തില്ല? ഇതിനകത്ത് വോട്ട് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം പ്രോട്ടൈം സ്പീക്കർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല എന്നാണോ? അല്ല. പ്രോട്ടൈം സ്പീക്കർക്ക് തൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാം. എപ്പോഴാ? തുല്യം വരികയാണെങ്കിൽ, ഈക്വലായിട്ട് വരികയാണെങ്കിൽ പ്രോട്ടൈം സ്പീക്കർക്ക് തൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാം. ഇപ്പോൾ ഇവിടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 101 വോട്ടുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ സ്പീക്കറാവുന്നു. AC മൊയ്തീന് 35 വോട്ട് കിട്ടി. BB ഗോപകുമാറിന് 3 വോട്ട് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നോർക്കുക. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ സ്പീക്കറായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കോട്ടയമാണ്. അടുത്തിലോട്ട് പോകുന്നു. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ നമ്മൾ അറിയണം. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് നിയമിക്കപ്പെടുന്നത് അത് ഷാനിമോൾ ഉസ്മാനാണ്. മണ്ഡലം അരൂരാണ്. ഈ അരൂർ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അതിൻ്റെ റോൾ എന്താ? ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി സ്പീക്കറിൻ്റെ അഭാവത്തിൽ സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന മനുഷ്യനാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സെറ്റ്. അടുത്തത് ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻ മുഖ്യമന്ത്രി 10 വർഷം കേരളം ഭരിച്ച ശ്രീ പിണറായി വിജയനെയാണ് ഇടതുപക്ഷം അവരുടെ
പ്രതിപക്ഷ നേതാവായിട്ട് ഉയർത്തി കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം നമുക്ക് എല്ലാവർക്കും അറിയാം, ധർമ്മടമാണ്. ധർമ്മട മണ്ഡലത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? പ്രതിനിധാനം ചെയ്യുന്നു. ദെൻ അടുത്തത് കേരളത്തിൻ്റെ മന്ത്രിസഭയാണ്. കേരളത്തിൻ്റെ മന്ത്രിസഭ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരെ നമ്മൾ എന്ത് ചെയ്യാണ്? സെറ്റായിട്ട് കോഡ് വെച്ച് പഠിച്ച് സെറ്റാക്കാൻ പോവാണ്. നോക്കാം നമുക്ക്. യെസ്, ഇത് മന്ത്രിമാർ നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മെയ് മാസം 18-ാം തീയതി ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഈ പറയുന്ന മന്ത്രിമാരെല്ലാവരും കൂടെ ഗവർണറുടെ ലോക് ഭവനിൽ, രാജ്ഭവനായിരുന്നു, രാജ്ഭവൻ്റെ പുതിയ പേരാണ് ലോക് ഭവൻ, അതായത് ഗവർണറുടെ വസതി, ലോക് ഭവനിൽ പോയിട്ടൊരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഫോട്ടോ സെഷനാണ് നിങ്ങളെ കാണുന്നത്. ഇതിൽ ഈ പാൻറ്റും ഷർട്ടും ഇട്ട ആളെ ഒന്ന് ഓർത്ത് വെച്ചോണം, റോജി എം ജോൺ ആവശ്യം വരും. ഈ പാൻറ്റും ഷർട്ട് ഇട്ട ആളെ ഒന്ന് ഓർത്ത് വെച്ചോ, റോജി എം ജോൺ ഒന്ന് ഓർത്ത് വെച്ചോ. ബാക്കി എല്ലാവരും ഉണ്ടാണേ, റോജി എം ജോൺ മാത്രം ഷർട്ടും പാൻറ്റും പിന്നെ നല്ല വുഡ്ലാൻഡ് ഷൂ ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. അതൊന്ന് ഓർത്ത് വെച്ചോണേ, ആവശ്യം വരും. ഓക്കെ, അങ്ങനെ യെസ്, വി.ഡി. സതീശൻ, വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ദൃഷ്ടി പോയത് എങ്ങോട്ടാ? വാസുകി IAS-ലോട്ടാ. വാസുകി IAS-നെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എന്തോ ഒരു പ്രത്യേക ഭംഗി എന്നുണ്ടായിരുന്നു. എനിക്ക് ഞാൻ നോക്കിയപ്പോൾ വാസുകി IAS എൻ്റെ ശ്രദ്ധ അങ്ങോട്ടാണ് പോയത്. അന്ന് വൈകിട്ട് ട്രോള് വന്നു. നോക്കിയപ്പോൾ എല്ലാവരും നോക്കിയത് ആരെ തന്നെയാണ്? വാസുകി IAS-നെ തന്നെയാണ്. ആസ് എ ഫണ്ണായിട്ട് കാണുക. നോക്കി അവിടെ നിന്ന് ഈ വ്യക്തി പോലും നോക്കിയത് ആരെയാണ്? വാസുകി IAS-നെയാണ്. അങ്ങനെ അത് ഈ പറയുന്ന ട്രോള് വരെ ഇറങ്ങി, വലിയ തോതിൽ ട്രോള് വരെ ഇറങ്ങുകയുണ്ടായി. നിങ്ങൾ ആരെ കണ്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ സത്യപ്രതിജ്ഞ ശരിക്കും പറഞ്ഞാൽ തൂക്കിയത് ആരാ? വാസുകിയാണെന്ന് വെറുതെ ഒരു തമാശയ്ക്ക് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. അന്നത്തെ ഒരു കറണ്ട് ഫാക്റ്റ് ആയിരുന്നു അത്. ഇനി സതീശനെ പറ്റി പറയുമ്പോൾ വി.ഡി. സതീശൻ്റെ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് പറവൂരാണ്. എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ് ഈ പറവൂർ എന്ന് പറയുന്നത്. ഈ എറണാകുളം ജില്ലയിൽ പറവൂർ മണ്ഡലത്തെ അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് 2001 മുതലാണ്. 2001 മുതൽ തുടർച്ചയായി ഇത് ആറാം തവണയാണ് പറവൂരിൽ നിന്ന് അദ്ദേഹം വിജയിച്ച് MLA ആയിട്ട് കേരള നിയമസഭയിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് ഉണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 1996-ലാണ്. അന്ന് അദ്ദേഹം ഇതേ പറവൂർ മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ പരാജയം ഏറ്റുവാങ്ങാത്ത വ്യക്തിയല്ല. തുടക്കം തന്നെ പരാജയത്തിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു. ഒരു തവണ പോലും പിന്നീട് അദ്ദേഹം മന്ത്രിയായില്ല. ഈ 6 തവണയിൽ ഒരു തവണ പോലും അദ്ദേഹം മന്ത്രിയായില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് എനിക്ക് പലതും നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയവനാണ് ഞാൻ. നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കാരണം വി.ഡി. സതീശന് കിട്ടിയത് ലോട്ടറിയാണ്, അല്ലേ? കഷ്ടപ്പെട്ട് ഒരാൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏറ്റവും മികച്ച പദവി തന്നെ ലഭിക്കുമെന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് വി.ഡി. സതീശൻ എന്ന കാര്യം. എന്ത് ചെയ്യുക? PSC ഉദ്യോഗാർത്ഥികളായി നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. കാരണം നമ്മൾ ഓരോ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തകർന്നു പോവും. നമ്മൾ വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീണ്ടും പരിശ്രമിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അർഹിക്കുന്നതിൽ ഏറ്റവും വലിയ പദവിയായിരിക്കും. യെസ്, അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ 24ാമത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13ാമത്തെ വ്യക്തിയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതായത് അതെന്താ അങ്ങനെ 24ാമത്തെ മുഖ്യമന്ത്രിയും 13ാമത്തെ വ്യക്തി? എന്താ സംഭവം? അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ 13 വ്യക്തികൾ മാത്രമേ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുള്ളൂ. പിന്നെങ്ങനെ 24 വരിക? കാരണം ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, EMS നമ്പൂതിരിപ്പാട് ഞാൻ ഇപ്പുറത്ത് എഴുതാം, കാരണം ഇവിടെ വകുപ്പുകളൊക്കെ എഴുതാനുണ്ട്. EMS നമ്പൂതിരിപ്പാട് EMS 2 തവണ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. EK നയനാർ 3 തവണ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. K കരുണാകരൻ 4 തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. AK ആൻ്റണി 2 തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി 2 തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പിണറായി വിജയൻ 2 തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ നോക്കുമ്പം തന്നെ ഒരു വ്യക്തി ഒന്നിൽ കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഒരു നിയമസഭാ കാലയളവിൽ തന്നെ, കാലയളവിലും അല്ലാതെ. അതുകൊണ്ട് തന്നെ 13 വ്യക്തികളും 24ാമത് മുഖ്യമന്ത്രിയുമാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകളിലേക്ക് നമുക്ക് പോവാം. ഏതൊക്കെയാണ് വകുപ്പുകൾ? ധനകാര്യം, നിയമം, തുറമുഖം, പൊതുഭരണം, ശാസ്ത്ര സാങ്കേതിക മേഖല, അല്ലേ? വി.ഡി. സതീശൻ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വകുപ്പിലേക്ക് പോവാം. വി.ഡി. സതീശൻ, അല്ലേ?
VD സതീശൻ എന്ന് പറയുന്ന ആ പേരിൽ നിന്ന് നമുക്ക് വകുപ്പിലേക്ക് പോവാം. എടാ V4 കണക്ട് ചെയ്യാം വിഴിഞ്ഞം പോർട്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് തുറമുഖം കിട്ടൂലേ? വിഴിഞ്ഞം പോർട്ട് കിട്ടും. V4 വിഴിഞ്ഞം പോർട്ട് തുറമുഖം അവിടെ നിന്ന് കിട്ടി. ഇനി D4 അവിടെ നിന്ന് കിട്ടും ധനകാര്യം. ആ ഡിയിൽ ധനകാര്യം ഇല്ലേ? ധനകാര്യം എന്നെന്ത് ചെയ്യാം? അവിടെ കണക്ട് ചെയ്യാം. ധനകാര്യം ഡിയിൽ നിന്ന് കണക്ട് ചെയ്ത് ധനകാര്യം എന്നെന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി എസ്സിൽ നിന്ന് കണക്ട് ചെയ്യാം നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി. എസ്സിൽ നിന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോവാം. കഴിഞ്ഞില്ല. ഇനി അദ്ദേഹത്തിന് നിയമമുണ്ട്. നിയമം N4. ഇവിടെ നിന്ന് നിയമം കണക്ട് എടുക്കാം. നിയമം അദ്ദേഹം ബേസിക്കലി LLB കാരനാണ്, വക്കീലാണ്, കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ 6 തവണ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ലേ. അപ്പോൾ കേരള നിയമസഭയിലെ ചട്ടങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ നിയമം അദ്ദേഹത്തിന് തന്നെയാണ് നല്ലത്. അപ്പോൾ ധനകാര്യം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പ്രത്യേകം എന്താ? ബജറ്റ് ആരെ അവതരിപ്പിക്കാൻ പോകുന്നു? സംസ്ഥാന മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു അല്ലേ? സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ധനകാര്യം, നിയമം, തുറമുഖം, പൊതുഭരണം. ഇനി പൊതുഭരണം കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്ന ആരുടെ കണ്ടറിലായിരിക്കും? മുഖ്യമന്ത്രി. അപ്പോൾ പൊതുഭരണം, പബ്ലിക് ഗവേണൻസ് ആരുടെ കയ്യിലായിരിക്കും? മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കയ്യിലായിരിക്കും. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മുഖ്യമന്ത്രി ആയിരിക്കും. പിന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതെല്ലാം ആരുടെ കയ്യിലാണ്? VD സതീഷിൻ്റെ കയ്യിലാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. സെറ്റായി. അടുത്തത് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം ഹരിപ്പാടാണ്. ഹരിപ്പാട് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിലാണ് ഹരിപ്പാട്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, ഫയർ ആൻഡ് റെസ്ക്യൂ. ഇങ്ങനെ ഓർക്കുക. ചെന്നിത്തല അല്ലേ? തലയിൽ നമ്മൾ എന്ത് വെക്കും? തലയിൽ നമ്മൾ തൊപ്പി വയ്ക്കും. അപ്പോൾ തൊപ്പി വയ്ക്കുന്ന വകുപ്പുകളെല്ലാം, തൊപ്പിയുള്ള വകുപ്പുകളെല്ലാം ആർക്കാണ്? രമേശ് ചെന്നിത്തലയ്ക്കാണ്. നോക്ക്, ആഭ്യന്തരം, പോലീസ് തൊപ്പി വയ്ക്കൂലേ? വിജിലൻസ് തൊപ്പി വയ്ക്കൂലേ? ജയിലിൽ നിൽക്കുന്ന ആൾക്കാർ, ജയിൽ വാർഡൻ തൊപ്പി വയ്ക്കൂലേ? ഫയർഫോഴ്സ് ജീവനക്കാർ തൊപ്പി വയ്ക്കൂലേ? അപ്പോൾ തൊപ്പി വയ്ക്കുന്ന വകുപ്പുകളെല്ലാം തലയ്ക്ക് സ്വന്തം. ആരാണ്? രമേശ് ചെന്നിത്തല, ഈ മന്ത്രിസഭയുടെ തല. അപ്പോൾ തലയിൽ തൊപ്പി വയ്ക്കുന്നു എന്ന് ഓർക്കുക. തലയിൽ തൊപ്പി വയ്ക്കുന്നു എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. കണ്ടോ? രമേശ് ചെന്നിത്തല ആ പോലീസ് പടയുടെ കൂടെ ഇങ്ങനെ ഒരു മാസായിട്ട് വരുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഓപ്പറേഷൻ തൂഫാൻ ഓർക്കണേ നിങ്ങൾ. ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾ അറിയണം. അതായത് നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ശേഷം അദ്ദേഹം കൊണ്ടുവന്നൊരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. എന്തിനു വേണ്ടിയിട്ടാ? ജൂൺ 1 മുതൽ ആരംഭിച്ചു. ലഹരിയെ തുടച്ചു നീക്കം ചെയ്യുക, ലഹരി വേരോടറുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അടുത്തത് K മുരളീധരൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന K കരുണാകരൻ്റെ മകനാണ് മുരളീധരൻ. മണ്ഡലം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവ് എവിടെയാണ്? ട്രിവാൻഡ്രം ജില്ലയിലാണ് കേട്ടോ. ട്രിവാൻഡ്രം ജില്ലയിലാണ് വട്ടിയൂർക്കാവ്. അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ ഏതൊക്കെയാണ്? ആരോഗ്യം, ആയുഷ്, ദേവസ്വം. ഇദ്ദേഹം വലിയൊരു ഗുരുവായൂർ ഭക്തനാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവും വലിയ ഗുരുവായൂരപ്പൻ ഭക്തന്മാരാണ്. അപ്പോൾ എനിക്ക് ഇദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ 10 ദിവസം വെയിറ്റ് ചെയ്തല്ലോ. അപ്പോഴേക്കും ഒരാൾ ചോദിച്ചു, ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം മറുപടി പറഞ്ഞു, ആര് മുഖ്യമന്ത്രിയായാലും കുഴപ്പമില്ല, 1-ാം തീയതി ഞാൻ ഗുരുവായൂർ പോകും. അപ്പോൾ വലിയൊരു ഭക്തനാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ വലിയൊരു ഭക്തനാണ്. അപ്പോൾ ആ ഭക്തന് തന്നെ ദേവസ്വത്തിൻ്റെ വകുപ്പം കൊടുക്കാം. ഭക്തന് തന്നെ ദേവസ്വത്തിൻ്റെ വകുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഓർക്കണേ, ഈ അമ്പലങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ആരോഗ്യ സൗഖ്യം കിട്ടണേ, നല്ല ആരോഗ്യം കിട്ടണേ, ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടണേ, പണിയെടുക്കാനൊക്കെ ആരോഗ്യം കിട്ടണേ. ആരോഗ്യം വേണ്ടേ? ആരോഗ്യം കിട്ടിയാൽ ബാക്കി എന്തും നമുക്ക് നേടാം. അപ്പോൾ ആരോഗ്യം ഉണ്ടാക്കി തരണേ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ശരിയല്ലേ? അല്ലാതെ അടുത്തവൻ്റെ വീട്ടിൽ ഇടുത്തി വീഴണേ എന്നാരെങ്കിലും പ്രാർത്ഥിക്കുമോ? ഇല്ല. ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആരോഗ്യം കിട്ടും. പിന്നെന്താണ്? ആയുഷ്. എന്താണ് ആയുഷ്? ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. ഓക്കെ, ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതെല്ലാം കൂടി ചേർന്നാണെന്ത്? ആയുഷ് വകുപ്പ്. അതും ആരോഗ്യവകുപ്പിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ ആരോഗ്യം, ആയുഷ്, ദേവസ്വം എന്നീ വകുപ്പുകൾ. കണ്ടോ? യെസ്, കണ്ടോ? അദ്ദേഹം അമ്പലത്തിൽ പോയിട്ട് അവിടെ പ്രസാദം വാങ്ങുന്ന ദൃശ്യം നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ നോക്കണേ, ഹെൽത്തി കുട്ട. ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ട്രോളാണ്. ഹെൽത്തി കുട്ട എന്ന് പറഞ്ഞൊരു AI ഇമേജ്. ഇത് കണ്ടാൽ നിങ്ങൾ ഒരു കാരണവശാലും മറക്കത്തില്ല. ആരോഗ്യവകുപ്പ് ആരുടെ കയ്യിലാണ്? K മുരളീധരൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഇനി ഒരു കാര്യം കൂടെ ഓർക്കാം, മുരളി. ഈ മുരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ കണക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റൊരു പേരാണ് മുരളി എന്ന് വിളിക്കുക. അപ്പം മുരളീധരൻ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്യാം? മുരളി, വേണുനാഥം, ഓടക്കുഴൽ ഇതൊക്കെ വരുന്നത് ആ കൃഷ്ണുമായി കണക്ട് ചെയ്താണ്. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. സണ്ണി ജോസഫ്, ഇദ്ദേഹം അറിയപ്പെടുന്നത് സണ്ണി വക്കീൽ എന്നാണ് ഇദ്ദേഹം വിളിക്കുന്നത്. ഇദ്ദേഹത്തെ വിളിക്കുന്ന എല്ലാവരും സണ്ണി വക്കീലെ എന്നാണ്. ഇതിൻ്റെ മണ്ഡലം പേരാവൂരാണ്. പേരാവൂർ എവിടെയാണെന്ന് അറിയാവോ? പേരാവൂർ കണ്ണൂർ ജില്ലയിലാണ്. പേരാവൂർ. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വൈദ്യുതി, പരിസ്ഥിതി, പാർലമെൻ്ററി കാര്യം. സണ്ണി ജോസഫ് അല്ലേ? സണ്ണി ജോസഫ്. ഈ സണ്ണി എന്ന് പറയുന്ന ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും സണ്ണി മീൻസ് സൂര്യൻ എന്നാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സോളാർ എനർജി, അതിലൂടെ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഓർക്കുക, നമ്മുടെ കോഡ് ഇതാണ്. സൂര്യഭഗവാൻ വൈദ്യുതി നൽകി എല്ലാവരെയും പരിപാലിക്കുന്നു. അപ്പോൾ സൂര്യഭഗവാൻ വൈദ്യുതി നൽകി എല്ലാവരെയും പരിപാലിക്കുന്നു. അപ്പോൾ സൂര്യഭഗവാൻ സണ്ണി അവിടെ നിന്ന് കിട്ടും. വൈദ്യുതിയാണ് നൽകുന്നത്, അവിടെ നിന്ന് കിട്ടും. ഇനി പരിപാലിക്കുന്നു, പരിസ്ഥിതിയും പാർലമെൻറ്റ് കാര്യം. ഈ പരിപാലിക്കുന്നു അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? പരിസ്ഥിതി കണക്ട് ചെയ്യാൻ പറ്റും. ഇനി പാലിക്കുന്നു, ആ പായിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പായിൽ നിന്ന് പാർലമെൻ്ററി കാര്യം കണക്ട് ചെയ്യാം. പരിപാലിക്കുന്നു എന്നാണല്ലേ. അപ്പോൾ ആ പായിൽ നിന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? പാർലമെൻ്ററി കാര്യം അവിടെ നിന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ സൂര്യഭഗവാൻ വൈദ്യുതി നൽകി എല്ലാവരെയും പരിപാലിക്കുന്നു, അവിടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി. 16ാം കേരള നിയമസഭയിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം എന്നല്ല, കേരള നിയമസഭ ഇന്നേ വരെ കണ്ടത്, ഇത്തവണത്തെ എന്നല്ല, കേരള നിയമസഭ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് MLA കടന്നു വരുന്ന വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം മലപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ വ്യവസായം, വാണിജ്യം, വിവരസാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, ഖനനം ആൻഡ് ജിയോളജി, കൈത്തറി, ടെക്സ്റ്റൈൽസ്. എടാ ഇവിടെ നമുക്ക് എങ്ങനെ കോഡുണ്ടാക്കാം? നോക്ക്, കുഞ്ഞാലിക്കുട്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലേ? പി കെ കുഞ്ഞാലിക്കുട്ടി. ഈ പി കെ കുഞ്ഞാലിക്കുട്ടി ആ പേരിൽ തന്നെ ഒരു ഐറ്റ് കിട്ടൂലേ? കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആ പേരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഐറ്റ് കിട്ടൂലേ? കിട്ടും. നമുക്ക് ഐറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയായി. ഐറ്റിയിൽ നിന്നും I stands for ഇൻഡസ്ട്രി അഥവാ വ്യവസായം എന്ന് കിട്ടും. T stands for ട്രേഡ് എന്ന് കിട്ടും. ട്രേഡ്, വാണിജ്യം എന്ന് കിട്ടും. ഈ ടിയിൽ നിന്ന് അഗെയിൻ സ്റ്റാൻഡ്സ് ഫോർ ടെക്സ്റ്റൈൽസ് എന്ന് കിട്ടും അല്ലേ? ആ ടിയിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റൈൽസ് കൂടെ ആ ടിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാനെ കൊണ്ട് പറ്റും. അപ്പോൾ ഐയിൽ നിന്നും ഇൻഡസ്ട്രി, ദെൻ ടിയിൽ നിന്നും ട്രേഡ്, ടിയിൽ നിന്ന് വീണ്ടും ടെക്സ്റ്റൈൽസ് കിട്ടും. ഇനി ഐറ്റിയുടെ പുതിയൊരു വകഭേദമാണെന്ത്? AI എന്ന് പറയുന്നത് അല്ലേ? ആർട്ടിഫിഷ്യൽ കേരളത്തിലെ തന്നെ ആദ്യ AI മന്ത്രിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. പിന്നെ നമുക്ക് കണക്ട് ഉണ്ട് ഖനനം, ജിയോളജി മാത്രം കണക്ട് ചെയ്യുന്നത്, ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ കൈത്തറി, ടെക്സ്റ്റൈൽസ്, വാണിജ്യം, വ്യവസായം, AI എന്നീ വകുപ്പുകൾ, IT വിവരസാങ്കേതിക വിദ്യ അഥവാ IT ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പുകളെല്ലാം ആരുടെ കയ്യിലാണ്? പി കെ കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി, ആ കുഞ്ഞാലിക്കുട്ടിയുടെ നിന്ന് ആ IT എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനെ കൊണ്ട് പറ്റും. അടുത്തിലോട്ട് പോകാം. നമുക്ക് AP അനിൽകുമാർ, സിമ്പിളായിട്ട് പഠിക്കാം. AP അനിൽകുമാറിൻ്റെ മണ്ഡലം വണ്ടൂരാണ്. വണ്ടൂര് മലപ്പുറം ജില്ലയിലാണ്. വകുപ്പ് റവന്യൂ വകുപ്പാണ്. വകുപ്പ് ഏതാണ്? റവന്യൂ വകുപ്പ്. സിമ്പിളാണ്. AP അനിൽകുമാർ എന്നാണ് പേര്. AP അനിൽകുമാർ. ആ കുമാറിൻ്റെ ആറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? റവന്യൂ എന്ന് കണക്ട് ചെയ്യാം. കുമാറിൻ്റെ ആറിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് റവന്യൂ എന്ന് എന്ത് ചെയ്യാം? നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അടുത്ത് N ഷംസുദ്ദീൻ. ഓക്കെ, ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലായൊരു മന്ത്രിയാണ്. +2 റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ പുള്ളിയുടെ ഒരു നാക്കുപിഴ സോഷ്യൽ മീഡിയ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ, അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. ഷംസുദ്ദീൻ വകുപ്പ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട്. വകുപ്പുകൾ പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷേമം. എടാ ഷംസുദ്ദീൻ എന്നല്ലേ? ഷംസുദ്ദീൻ, N ഷംസുദ്ദീൻ എന്നാണ്.
എൻ ഷംസുദ്ദീൻ എന്നാണ്. ഷംസുദ്ദീൻ അല്ലേ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം, ലാസ്റ്റ് എന്നാണ്. അപ്പോൾ ഷംസുദ്ദീൻ എഡ്യൂക്കേഷൻ, ഷംസുദ്ദീൻ എഡ്യൂക്കേഷൻ എന്നോർക്കാം. ഇനി എന്നിൽ നിന്ന് കണക്ട് ചെയ്യാം ന്യൂനപക്ഷം, ന്യൂനപക്ഷ ക്ഷേമം എന്നെന്ത് ചെയ്യാം, അവിടെ നിന്ന് തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പൊതുവിദ്യാഭ്യാസം പിന്നെ ഹജ്ജും വഖഫ് സ്വാഭാവികമായിട്ടൊരു മുസ്ലിമാനായിട്ടുള്ള മന്ത്രിക്ക് തന്നെ കൊടുക്കുകയാണ്. ഹജ്ജും വഖഫും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമവും പൊതുവിദ്യാഭ്യാസം ഇനി മറക്കത്തില്ല ഷംസുദ്ദീൻ. അടുത്തത് റോജി എം ജോൺ. ഇദ്ദേഹത്തെ ഞാൻ തുടക്കത്തിൽ കാര്യം പറഞ്ഞോ, പാൻറ്റും ഷർട്ടിൻ്റെ കാര്യം പറഞ്ഞോ, ഞാൻ അതിലേക്ക് ഞാൻ വരികയാണ്. റോജി എം ജോൺ മണ്ഡലം അങ്കമാലിയാണ്. അങ്കമാലി എവിടെയാണെന്നറിയാമോ? എറണാകുളം ജില്ലയിലാണ് അങ്കമാലി. അതിൻ്റെ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസം അഥവാ ഹയർ എഡ്യൂക്കേഷൻ. എടാ പൊതുവിദ്യാഭ്യാസം ഷംസുദ്ദീൻ ആണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ആരുടെ കയ്യിലാണ്? റോജി എം ജോണിൻ്റെ കയ്യിലാണ്. ഞാൻ പറഞ്ഞു കണ്ടില്ലേ എടാ, ഉന്നത വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവരുടെ വസ്ത്രധാരണത്തിലും ആ ഒരു ഇത് കാണിക്കും അല്ലേ. ഇവിടെ നോക്ക്, നമ്മൾ കോട്ടയം കുഞ്ഞ് സിനിമയ്ക്കകത്ത് പറയുന്നൊരിതുണ്ട്, പയ്യൻ ഇത്തിരി പരിഷ്കാരിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് പാൻറ്റും സൂട്ടൊക്കെ വരും നിൽക്കുന്ന ആളെ നിങ്ങൾ കണ്ടില്ലേ? അതേ കണക്ക് തന്നെ കോട്ടയം കുഞ്ഞച്ചൻ സിനിമ കണ്ടവർക്കറിയാം ആ സിനിമ, പച്ച പരിഷ്കാരി. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം, അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹം എംബിലും PhD ഒക്കെ നേടിയ വ്യക്തിയാണ്. നമ്മുടെ റോജിയം PhD അല്ല, എംബിലും നല്ല വിദ്യാഭ്യാസമുള്ള എംബിലടക്കമുള്ള വ്യക്തിയാണ് നമ്മുടെ റോജി എം ജോണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ അദ്ദേഹം മാത്രം എങ്ങനെ വന്നു? ഷർട്ടും പാൻറ്റും നല്ല വുഡ്ലാൻഡ് ഷൂ ഒക്കെ ഇട്ടാണ് വന്നത്. അപ്പോൾ പച്ച പരിഷ്കാരിയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിഷ്കാരിയായി പോയി ആര്? അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം ആരാണ്? റോജി എം ജോൺ. എൻ്റെ ഭാഗ്യത്തിനാണ് അയാൾ പാനിട്ട് വന്നത്, ഇല്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് കോടുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോൺ, ഹയർ എഡ്യൂക്കേഷൻ്റെ മന്ത്രി. എം ലിജു, അടിപൊളി കോഡ് കൊണ്ടുവരാം. എം ലിജുവിൻ്റെ മണ്ഡലം കായംകുളമാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ സഹകരണവും എക്സൈസുമാണ്. ഇങ്ങനെ ഓർക്കുക, എം ലിജു അല്ലേ. ഈ എമ്മിൽ നിന്നും m4marry.com അല്ല, m4 മദ്യം എന്ന് ഓർക്കാം. എക്സൈസ് M4 അവിടെ നമുക്ക് എന്ത് ചെയ്യാം, മദ്യം എന്നോർത്തൂടെ. m4marry.com അല്ല, M4 മദ്യമാണ്. മദ്യം അല്ലെങ്കിൽ എല്ലിൽ നിന്ന് ലിക്കർ എന്നെന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ മദ്യപിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു നിയന്ത്രണം ഉണ്ടാവില്ല അല്ലേ. പിന്നെ അവരുടെ കൺട്രോളിലേ അല്ല. ഓക്കെ, അവരെ നമ്മൾ പിടിച്ചാൽ പോലും കിട്ടൂല, ഒരു സഹകരണം ഉണ്ടാവില്ല അല്ലേ. നാട്ടുകാരോട്ട് ഒരു സഹകരണവും പിന്നെ ഉണ്ടാവില്ല. പിന്നെ അവരുടെ മറ്റൊരു ലോകത്തിലാണ് അവർ. അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, ലിജു മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു സഹകരണവും ഇല്ല. ലിജു മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു സഹകരണവും ഇല്ല എന്ന് പഠിക്കാം. അപ്പോൾ ലിജു മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരു സഹകരണവും ഇല്ല എന്ന് പഠിക്കാം. അപ്പോൾ മദ്യപാനം, അവിടെ നമുക്ക് എക്സൈസ് കിട്ടും, സഹകരണവും കിട്ടും. സെറ്റ്. ബിന്ദു കൃഷ്ണ, രണ്ടാമത് എയർലൈൻ മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. നമ്മുടെ ബിർനാണി ശങ്കുവിൻ്റെ ഒക്കെ സീൻ വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ബിന്ദു കൃഷ്ണ മണ്ഡലം കൊല്ലമാണ് കേട്ടോ. ബിന്ദു കൃഷ്ണ മണ്ഡലം കൊല്ലമാണ്. വകുപ്പുകൾ വനിതാ ശിക്ഷേമവും തൊഴിലും ക്ഷീരവികസനവും. നമുക്ക് സിമ്പിളായിട്ട് നോക്കിയേ, ആദ്യം നമ്മുടെ ബിർനാണി ശംഖു കൊണ്ടുവന്നാണ് എന്ത് ചെയ്തത്, എയറിലാക്കിയത്. ആ ട്രോള് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. നമ്മൾ സൈലം PSൽ മാക്ക് തന്നെ മൻസൂർ സാർ തന്നെ ഒരു കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കണേ, ബിർനാണി ശംഖുവിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ട്രോൾ, ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു ശിശു എയറിലാക്കിയാരെ, ബിന്ദു കൃഷ്ണയെ. അപ്പോൾ വനിതാ ശിശുക്ഷേമം ഒന്ന് ബിന്ദു കൃഷ്ണ അവിടെ നിന്ന് പോവാം. വനിതാ ശിക്ഷേമം അവിടെ നിന്ന് ബിന്ദു കൃഷ്ണയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, കണക്ട് ചെയ്യാൻ പറ്റും. ബിർനാണി ശംഖു വെച്ചിട്ട് വനിതാ ശിക്ഷേമം. ബിരിയാണി കൊടുക്കാൻ പറ്റൂല, പൈസയൊക്കെ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കുമാണ് ബിർനാണി ശംഖുവിൻ്റെ കേസ് ആര് പറഞ്ഞത്, ബിന്ദു കൃഷ്ണ പറഞ്ഞു. ബിർനാണി ശംഖുവിനെ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ, കാശില്ലല്ലോ, കാശ് കുറവല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, ശംഖു അണ്ണൻ എന്ത് ചെയ്തു, എന്തോ പറഞ്ഞ് എയറിലാക്കി. അത് എൻ്റെ ചവറയിലെ ആരുടെ മോനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞു, ആ കുട്ടി പറഞ്ഞിട്ട് ഞാൻ രാധാമണി ചേച്ചിയുടെ മോനൊന്നും അല്ല, എൻ്റെ അമ്മൂമ്മയുടെ പേര് ബീന തങ്കപ്പനെന്നോ എന്തോ പറഞ്ഞ് എയർലൈനില്ലേ. ആ സംഭവം വെച്ചിട്ട് ആ ശിക്ഷേമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മുടെ ബിന്ദു പണിക്കറുടെ ഒരു സീനാണ്. ഓക്കെ, അർജുനൻ പിള്ളയും 5 മക്കളും എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ ബിന്ദു പണിക്കർ
ആ ജഗതിക്ക് ഫസ്റ്റ് നൈറ്റിൽ പാൽ കൊടുക്കുന്ന സീനാണ്. അപ്പോൾ പാലാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? ക്ഷീരവികസനം. കണക്ട് ചെയ്യാം, പാലാണ് കൊടുക്കുന്നത് അല്ലേ. ഇനി ബിന്ദു പണിക്കരാണ് കൊടുക്കുന്നത്, അവിടെ നിന്ന് തന്നെ നമുക്ക് എന്നിട്ട് പണി അവിടെ നിന്ന് കണക്ട് ചെയ്യാം. ബിന്ദു പണിക്കർ ആണ്. അപ്പോൾ ബിന്ദു പണിക്കറുടെ പണി കണക്ട് ചെയ്യാം, അവിടെ നിന്ന് തൊഴിൽ കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ, സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ വനിതാ ശിശുക്ഷേമം, പിന്നെ തൊഴിൽ, പിന്നെ ക്ഷീരവികസനം, ഇതെല്ലാം ആരുടെ കയ്യിലാണ്? ബിന്ദു കൃഷ്ണൻ്റെ കയ്യിലാണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അടുത്തതിലോട്ട് പോകാം നമുക്ക്. ടി സിദ്ദിഖിൻ്റെ മണ്ഡലം കൽപ്പറ്റയാണ്, വയനാട് ജില്ലയിലാണ് കൽപ്പറ്റ. വകുപ്പ് കൃഷിയാണ്. ടി സിദ്ദിഖ് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരൊറ്റ സീനാണ്. നിങ്ങൾ സന്ദേശം സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ സന്ദേശം സിനിമയ്ക്കകത്ത് സിദ്ദിഖ് കൃഷി ഓഫീസറാണല്ലേ. സന്ദേശം സിനിമയിലെ സിദ്ദിഖ് എന്താണ്? കൃഷി ഓഫീസറാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷിയാണ്. സന്ദേശ സിനിമ കാണാത്തൊരു പോയി കാണുക. അപ്പോൾ സന്ദേശ സിനിമയിലെ സിദ്ദിഖ് കൃഷി ഓഫീസറാണ്. അപ്പോൾ അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടി സിദ്ദിഖിൻ്റെ മേഖല കൃഷിയാണെന്ന് പഠിക്കാനായിട്ട് പറ്റും. അടുത്തിലോട്ട് പോവാം. PC വിശ്വനാഥ്, മണ്ഡലം കുണ്ടറയാണ്. കുണ്ടറ കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലാണ് കുണ്ടറ. വകുപ്പ് സാംസ്കാരികം, ടൂറിസം, സിനിമ. സിമ്പിളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് കണക്ട് ചെയ്യാം. എടാ PC വിശ്വനാഥ് അല്ലേ. എടാ C സ്റ്റാൻഡ്സ് ഫോർ, അവിടെ നിന്ന് കണക്ട് ചെയ്യാം കൾച്ചർ. C സ്റ്റാൻഡ്സ് ഫോർ കൾച്ചർ അഥവാ സാംസ്കാരികം. അതേ C സ്റ്റാൻഡ്സ് ഫോർ നമുക്ക് കണക്ട് ചെയ്യാം സിനിമ. കണക്ട് ചെയ്യാം. പിന്നെ ടൂറിസമാണ്. ഈ T സ്റ്റാൻഡ്സ് ഫോർ അവിടെ നിന്ന് ടൂറിസം കിട്ടും. അല്ലെങ്കിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. എടാ സാംസ്കാരിക കേന്ദ്രങ്ങളിലൊക്കെ ആൾക്കാർ എന്ത് ചെയ്യും? ടൂറിസത്തിന് പോകും അല്ലേ. ഫോർ എക്സാമ്പിൾ ശബരിമല ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അവിടെ ടൂറിസത്തിൻ്റെ പ്ലേസ് കൂടിയാണ് ശബരിമല എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശബരിമല എന്ന് പറയുന്ന അവിടെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം എന്താണ്? ഒരു സാംസ്കാരിക കേന്ദ്രമാണ്, അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണല്ലേ. അപ്പോൾ PC വിശ്വനാഥ്, C ഫോർ സിനിമ, C ഫോർ കൾച്ചർ, പിന്നെ ഈ T ഫോർ ടൂറിസം എന്ന് എന്ത് ചെയ്യാം? അവിടെ കണക്ട് ചെയ്യാനെ കൊണ്ട് പറ്റും. OJ ജനീഷ് ഈ കൂട്ടത്തിലെ ഏറ്റവും ഭാഗ്യവനായ മന്ത്രി എന്ന് ഞാൻ പറയും OJ ജനീഷിനെ. കാരണം ഇദ്ദേഹത്തിന് 37 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. 16ാം കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ മന്ത്രി. 16ാം കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ മന്ത്രിയാണ് കേട്ടോ. 16ാം കേരള നിയമസഭയിലെ പ്രായം കുറഞ്ഞ മന്ത്രിയാണ് OJ ജനീഷ്. കൊടുങ്ങല്ലൂരാണ്, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹത്തിൻ്റെ വകുപ്പുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, മൃഗശാല. എങ്ങനെ കണക്ട് ചെയ്യാം? എടാ ഒരു യുവാവായതുകൊണ്ട് ഒരു കാര്യം കൂടെ, ഇദ്ദേഹം ആദ്യമായിട്ടാണ് MLA ആവുന്നത്, ആദ്യമായിട്ട് മന്ത്രിസഭയിലേക്ക്. ചെറിയ കാര്യമല്ല. അപ്പോൾ യുവാവാണ്, അതുകൊണ്ട് തന്നെ യുവാക്കളുടെ കാര്യം, യുവജന കാര്യം ആരെ നോക്കും? നമ്മുടെ OJ ജനീഷ് നോക്കും. ഇനി യുവാക്കളാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? കായിക മേഖല ഏർപ്പെടുന്നത് അല്ലേ. അപ്പോൾ കായിക മേഖല ഏർപ്പെടുന്ന കൂടുതലും ആരാണ്? യുവാക്കളാണ്. അപ്പോൾ കണക്ട് ചെയ്യുക. അപ്പോൾ കായിക മേഖല ഏർപ്പെടുന്ന കൂടുതലും ആരാണ്? യുവാക്കളാണെന്ന് കണക്ട് ചെയ്യാം. ഇനി ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, ലവ് ബേഴ്സ് അല്ലേ, യുവാക്കൾ പ്രണയിക്കും അല്ലേ. ഈ പ്രണയിച്ച് കഴിഞ്ഞാൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, ഒന്ന് സംസാരിക്കാനും മിണ്ടാനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നിങ്ങൾ മ്യൂസിയത്തിലും സൂലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കാണും. ഓക്കെ, നമ്മൾ ട്രിവാൻഡ്രത്ത്, എൻ്റെ വീട് ട്രിവാൻഡ്രം ആണല്ലോ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മൾ സൂലൊക്കെ ഞാൻ മൃഗങ്ങളെ കാണാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ അവിടങ്ങളിലൊക്കെ ഇരിക്കുന്ന കാണാം ഇവർ. ഈ പറയുന്ന മ്യൂസിയത്തിലും മൃഗശാലയിലൊക്കെ ഈ പറയുന്ന ഇണക്കുരുകൾ അല്ലെങ്കിൽ കമിതാക്കൾ വന്നിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നടക്കാനൊക്കെ ആയിരിക്കും പോകുന്നത്, അവിടെ ഇവരൊക്കെ വന്ന് എന്ത് ചെയ്യാം? ഇരിക്കുന്നത് കാണാം. ഇനി അത് കഴിഞ്ഞ വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല എങ്കിൽ പിന്നെ ഉള്ള പരിപാടി എന്താണ്? രജിസ്റ്റർ മാരേജ്. വിവാഹം വീട്ടിൽ പറഞ്ഞ് അവരാരും സമ്മതിച്ചില്ലെങ്കിൽ നേരെ അടുത്ത പരിപാടി എന്താണ്? രജിസ്റ്റർ ഓഫീസിൽ പോയി മാരേജ് ചെയ്യും അല്ലേ. അപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്യും, രജിസ്ട്രേഷൻ കണക്ട് ചെയ്യാം. അപ്പോൾ കായികം, യുവാവാകുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യും? കായിക മേഖല ഏർപ്പെടും. അപ്പോൾ യുവജനകാര്യം, കായിക മേഖല, അവിടെ നേരെ ഈ കമിതാക്കളിലേക്ക് പോകുന്നു. അവർ മൃഗശാലയിലും മ്യൂസിയത്തിലൊക്കെ പോയിരിക്കുന്നു. പിന്നെ അടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത പരിപാടി എന്താണ്? രജിസ്റ്റർ മാരേജ് ആണ്, രജിസ്ട്രേഷൻ. കണക്ട് ചെയ്തൂടെ? യെസ്. അടുത്ത പറഞ്ഞു കെ തുളസിയുടെ മണ്ഡലം കോങ്ങാടാണ് കേട്ടോ. തുളസിയുടെ മണ്ഡലം കോങ്ങാടാണ്. കോങ്ങാട് പാലക്കാട് ജില്ലയിലാണ് കോങ്ങാട്. വകുപ്പ് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ഷം, SC ST. സിമ്പിളാണ്. നമ്മുടെ പാലക്കാട്, ഇത് ശ്രീകണ്ഠനാണ്. പാലക്കാട് VK ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ
പാലക്കാട് MP ആണ് വി കെ ശ്രീകണ്ഠൻ. ഇദ്ദേഹം MP ആണ്. അദ്ദേഹത്തിൻ്റെ പ്രിയതമ, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കെ തുളസി എന്ന് പറയുന്നത്. കെ തുളസി വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ഭിന്നക്ഷേമം. കെ തുളസി. തുളസിയല്ലേ? തുളസിയല്ലേ? തുളസി തുളസി SC. തുളസി SC എന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ തുളസി SC എന്ന് കണക്ട് ചെയ്തോടെ ഒരു പ്രാസം വെച്ച് തുളസി SC, തുളസി SC. അപ്പോൾ കണക്ട് ചെയ്യാം, SC ST യോടെ കണക്ട് ചെയ്യാം. അപ്പോൾ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം ഈ പറയുന്ന കെ തുളസിയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെക്കുക. ഇതിനടുത്ത് KM ഷാജി, മുസ്ലിം ലീഗിൻ്റെ ഫയർ ബാൻഡ് പൊളിറ്റീഷ്യനാണ്. വളരെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന, യുവാക്കളൊക്കെ ഹരം കൊള്ളിക്കുന്ന പ്രസംഗം നടത്തുന്ന വ്യക്തിയാണ് KM ഷാജി. അദ്ദേഹം മണ്ഡലം വേങ്ങരയാണ്. വേങ്ങര മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലാണ് വേങ്ങര. അദ്ദേഹത്തിൻ്റെ വകുപ്പ് തദ്ദേശ സ്വയംഭരണം. ഈ തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ KM ഷാജി അല്ലേ, KM ഷാജി സ്റ്റാൻഡ്സ് ഫോർ സ്വയംഭരണം എന്നോർക്കുക. സ്വയംഭരണം. അവിടെ നിന്ന് സ്വയംഭരണം കിട്ടൂലേ? അപ്പോൾ തദ്ദേശ സ്വയംഭരണം. KM ഷാജി തദ്ദേശ സ്വയംഭരണം. അപ്പോൾ KM ഷാജിയുടെ എസ്സിൽ നിന്നും സ്വയംഭരണം എന്നോർക്കാം, തദ്ദേശ സ്വയംഭരണം. എന്നിട്ട് PK ബഷീർ. ഓക്കെ, PK ബഷീർ പഴയ എന്താ പറയുക നിയമസഭാ സാമാജികനായിരുന്ന സീതി ഹാജിയുടെ മകനാണ് PK ബഷീർ. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു, എൻ്റെ ബാപ്പാക്ക് മന്ത്രിയാകാൻ കഴിഞ്ഞില്ല, എനിക്ക് മന്ത്രിയാകാൻ പറ്റിയെന്ന്. അപ്പോൾ PK ബഷീർ ഏറനാട് വളരെ നർമ്മത്തിൽ ചാലിച്ച പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ് PK ബഷീർ. അദ്ദേഹം ഏറനാട് മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിലെ MLA ആണ് PK ബഷീർ. വകുപ്പ് പൊതുമരാമത്ത് വകുപ്പാണ്. സിമ്പിളായിട്ട് പഠിക്കാം. PK ബഷീർ അല്ലേ, PK ബഷീറിൻ്റെ ആ പിയിൽ നിന്ന് കണക്ട് ചെയ്യാം PWD, അഥവാ PWD തന്നെയാണ് പൊതുമരാമത്ത്. PWD അല്ലെങ്കിൽ പറയാമെന്ത് പൊതുമരാമത്ത് എന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ PWD അഥവാ പൊതുമരാമത്ത്, PK ബഷീർ പിയിൽ നിന്ന് തന്നെ പൊതുമരാമത്തിലേക്ക് വരാം. അടുത്തിലോട്ട് പോകുന്നു വി അബ്ദുൽ ഗഫൂറിൻ്റെ മണ്ഡലം കളമശ്ശേരിയാണ്. കളമശ്ശേരി എവിടെയെന്നറിയാമോ? എറണാകുളം ജില്ലയിലാണ് കളമശ്ശേരി. വകുപ്പുകൾ ഫിഷറീസ്, സാമൂഹ്യ വകുപ്പ്. സിമ്പിളായിട്ട് ഓർക്കാം. ഈ ഗഫൂർ കണക്ട് ചെയ്യാം. ഈ ഗഫൂർ എന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഗഫൂർ കാ ദോസ്ത് അല്ലേ. ഗഫൂർ കാ, നിങ്ങൾ നാടോടിക്കാറ്റ് സിനിമ കണ്ടിട്ടുണ്ടാവും. നാടോടിക്കാറ്റ് സിനിമയ്ക്കകത്ത് നമ്മുടെ ദാസനെയും വിജയനെയും ഗഫൂർ എന്ന് പറയുന്ന മാമൂക്ക എന്ന കഥാപാത്രം എന്താ ചെയ്ത് നമുക്കറിയാം. ഇവർക്ക് ഗൾഫിൽ പോകാൻ വേണ്ടി ഉരുവിലൂടെ എന്ത് ചെയ്യും, ബോട്ടിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞ് കാലിഫോർണിയ, ഞാൻ വേണമെങ്കിൽ കാലിഫോർണിയ കടപ്പുഴ വഴി പോകേണ്ടതാണ്, ഞാൻ വേണമെങ്കിൽ അത് ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിടാമെന്ന് പറഞ്ഞു പറ്റിച്ച് കാശ് മേടിച്ച് രണ്ടുപേരെ എന്ത് ചെയ്യും, ഈ പറയുന്ന 2 അറബിക്കുപ്പായവും എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ചെന്നൈ കടപ്പുറത്ത് കൊണ്ട് ഇറക്കി വിടും. എന്നിട്ട് ഇവർ പോകുമ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഇവരെ തന്നെ നോക്കും. എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും ഗഫൂർ കാ ദോസ്ത് എന്ന് പറയാനായിട്ട് പറയാം. ആ സീനെ നോക്കുക. അപ്പോൾ ദാസനോടും വിജയനോടും ഗഫൂർ കാണിച്ചത് നീതികേടാണ്. അപ്പോൾ ദാസനോടും വിജയനോടും ഗഫൂർ കാണിച്ചത് നീതികേടാണ് എന്ന് ഓർക്കുക. അപ്പോൾ ദാസനോടും വിജയനോടും ആര് കാണിക്കുന്നത്? ഗഫൂറാണ് കാണിക്കുന്നത് അല്ലേ. ഗഫൂർ കാണിച്ചത്, അതാണ് ഗഫൂർ കിട്ടും. എന്താണ്? നീതികേടാണ്. ആ നീതികേട് അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? സാമൂഹിക നീതി കിട്ടും അല്ലേ. ഇനി അവർ നിൽക്കുന്നത് എവിടെയാ? ബോട്ടിലാണ് നിൽക്കുന്നത്. ബോട്ടിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടും? ഫിഷറീസ് കിട്ടും. അപ്പോൾ ബോട്ടിൽ കടപ്പുറത്തുകൊണ്ട് ഇറക്കി വിടാന്നാണ് പറയുന്നത്, ദുബായ് കടപ്പുറത്ത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന ഫിഷറീസും എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അടുത്തിലോട്ട് പോവാം. അടുത്തത് അനൂപ് ജേക്കബിൻ്റെ മണ്ഡലം പിറവമാണ്. പിറവം എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിലാണ് പിറവം. വകുപ്പ് ഭക്ഷ്യവകുപ്പ്, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി. ഇങ്ങനെ ഓർക്കുക. അനൂപിന് വിശന്നപ്പോൾ റവ കൊടുത്തു.
അനൂപിന് വിശന്നപ്പോൾ എന്താ കൊടുത്തത്? റവയാണ് കൊടുത്തത്. എടാ റവ റവ പിറവ പിറവം കിട്ടും, പിറവം കിട്ടും. ഇനി അനൂപിനാണ് കൊടുക്കുന്നത് വിശക്കുമ്പോഴാണേ, വിശക്കുമ്പോൾ നമ്മൾ എന്ത് കഴിക്കും? ഭക്ഷണം കഴിക്കും അല്ലേ? അപ്പോൾ ഭക്ഷ്യവകുപ്പ് ഈ ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ എവിടെ പോവും? നമ്മൾ സപ്ലൈകോയിൽ പോവും. അപ്പോൾ സിവിൽ സപ്ലൈസ്. അപ്പോൾ ഭക്ഷ്യ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങോട്ട് പോവും? സപ്ലൈകോയിൽ പോവും. അപ്പോൾ സിവിൽ സപ്ലൈസ് കിട്ടും. അവിടെ പോകുന്നു ഉപഭോക്താക്കളല്ലേ, ആവശ്യക്കാരല്ലേ സപ്ലൈകോ എന്നത് അല്ലേ? അപ്പോൾ ഉപഭോക്തൃകാര്യം. ലീഗൽ മെട്രോളജി എന്ന് പറഞ്ഞാൽ അളവ് തൂക്ക് വ്യവസ്ഥകൾ നോക്കുന്നതാണ് ലീഗൽ മെട്രോളജി. അളവുകളും തൂക്കുകളും. നിങ്ങൾ പോകുമ്പോൾ അരി മേടിക്കാൻ പോകുമ്പോൾ തൂക്കി തരത്തില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ അരിയായാലും ഉഴുന്നായാലും പയറായാലും എല്ലാം തൂക്കിയൊക്കെ അതിൽ തരുക, തൂക്കമൊക്കെ നോക്കൂല. അപ്പോൾ അളവ് തൂക്കങ്ങളുടെ കാര്യമാണ് ലീഗൽ മെട്രോളജി വകുപ്പ്. അപ്പോൾ അനൂപിന് വിശന്നപ്പോൾ റവ കൊടുത്തു, അനൂപിന് വിശന്നപ്പോൾ റവ കൊടുത്തു എന്ന് ഓർക്കുക. അപ്പോൾ അവിടെ നിന്ന് പിറവം കിട്ടും. വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും, ഭക്ഷ്യവകുപ്പ് കിട്ടും. അവിടെ നമ്മൾ ഭക്ഷണ സാധനം മേടിക്കാൻ വേണ്ടി എവിടെ പോകും? നമ്മൾ സപ്ലൈകോയിൽ പോവും. അപ്പോൾ സിവിൽ സപ്ലൈസ് കിട്ടും. പിന്നെ ഉപഭോക്താവ് അവിടെ പോകുന്ന ആരായിരിക്കും? ഉപഭോക്താക്കളായിരിക്കും, കസ്റ്റമറാണ് പോവുക. അപ്പോൾ അവരുടെ കാര്യം ദെൻ ലീഗൽ മെട്രോളജി, അളവുകളും തൂക്കങ്ങളും. നിങ്ങൾ സാധനം മേടിക്കാൻ അരി മേടിക്കാനായാലും പയർ മേടിക്കാനായാലും അവിടെ എന്ത് ചെയ്യും? അളവുകളും തൂക്കങ്ങളും വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിനെ പറ്റി പറയുന്നു. സെറ്റ്. അടുത്തത് ഷിബു ബേബി ജോൺ മണ്ഡലം ചവറ. ചവറ മണ്ഡലയാണ്. ഷിബു ബേബി ജോൺ മണ്ഡലത്തിൻ്റെ പേരാണ് ചവറ കേട്ടോ. ചവറ കൊല്ലം ജില്ലയിലാണ്. ചവറ കൊല്ലം ജില്ലയിലാണ്. വകുപ്പുകൾ വനം, വന്യജീവി സംരക്ഷണം, നൈപുണ്യ വികസനം. ഒരു കുഞ്ഞു കോഡ് പറഞ്ഞു തരാം. എടാ ഷിബു കുഞ്ഞിനെയും കൊണ്ട് വനത്തിൽ പോയി. ഷിബു കുഞ്ഞിനെയും കൊണ്ട് വനത്തിൽ പോയി. എന്തിനാ വനത്തിൽ പോയത്? വനത്തിൽ പോയാൽ പുണ്യം കിട്ടുമെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ ഷിബു കുഞ്ഞിനെയും കൊണ്ട്, ഷിബു ബേബി അല്ലേ, ഷിബു ബേബി ജോൺ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഷിബു കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോയി? വനത്തിൽ പോയി. വനത്തിൽ പോയാൽ എന്ത് കിട്ടും? പുണ്യം കിട്ടുമെന്ന് ആരോ പറഞ്ഞു. അപ്പോൾ ആ പുണ്യം കിട്ടും. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നൈപുണ്യം കിട്ടും. നൈപുണ്യം അവിടെ നിന്ന് കണക്ട് ചെയ്യാം. വനത്തിലാണ് പോയത്. അവിടെ നിന്ന് നമുക്ക് വനം, വന്യജീവി എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ അല്ലേ? പിന്നെ ഷിബു ബേബി കുഞ്ഞ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും. സി പി ജോണിൻ്റെ മണ്ഡലം ട്രിവാൻഡ്രം സെൻട്രലാണ്. വകുപ്പ് ഗതാഗതം. സി പി ജോൺ അല്ലേ, സി പി ജോൺ. ആ ജോണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജോൺ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹോൺ ആക്കി മാറ്റാം. ജോൺ ഹോൺ എന്നാക്കാം. അല്ലെങ്കിൽ ഈ സി പിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കാർ പാർക്കിംഗ് എന്ന് ഓർത്താൽ പോരെ? കാർ പാർക്കിംഗ്, സി പിയുടെ ഫുൾ ഫോം കാർ പാർക്കിംഗ് ഓർത്താൽ പോരെ? അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി ഹോൺ അടിച്ചു എന്ന് ഓർക്കുക. അപ്പോൾ ജോണ് കാറ് പാർക്ക് ചെയ്യാൻ ഹോൺ അടിച്ചു എന്ന് ഓർക്കുക. അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടും? അവിടെ നമുക്ക് ഗതാഗത വകുപ്പാണ്. ഗതാഗതം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുവേ. ജലഗതാഗതം, അതുപോലെ തന്നെ റോഡ് ഗതാഗതം. അപ്പോൾ ജലഗതാഗതവും റോഡ് ഗതാഗതവും രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഗതാഗതം പറയുമ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും ആ റോഡ് ഗതാഗതം മാത്രമേ ഉള്ളൂ. അല്ല, ജലഗതാഗതവും അതിനകത്താണ് വരുന്നത്. ഇതിനടുത്ത പോയിന്റിലേക്ക് വരുന്നു. ലാസ്റ്റ് മന്ത്രിയാണ് മോൻസ് ജോസഫ് മണ്ഡലം കടുത്തുരുത്തി എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ് കേട്ടോ. കോട്ടയം ജില്ലയിലാണ് കടുത്തുരുത്തി. മോൻസ് ജോസഫിൻ്റെ വകുപ്പുകൾ ജലസേചനം, ഭവന നിർമ്മാണം അഥവാ ഹൗസിങ്. സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. മോൻസ് ജോസഫ് അല്ലേ, ഓക്കെ. മോൻസ് ജോസഫ് അവിടെ നിന്ന് തന്നെ ഈ ജോസഫ് അല്ലേ, അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ജലസേചനം കിട്ടും. ആ വാക്കിൽ നിന്ന് ജലസേചനം. ഇനി എച്ചിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഹൗസിങ് കണക്ട് ചെയ്യാം. അപ്പം മോൻസ് ജോസഫിൻ്റെ ജയിൽ നിന്ന് ജലസേചനവും ലാസ്റ്റുള്ള എച്ചിൽ നിന്ന് ഹൗസിങ് അഥവാ ഭവന നിർമ്മാണം എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഈ ടർബോ 12 സീരീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഞാൻ എന്ത് ചെയ്തു? 2 കിണ്ണം കാച്ചി ടോപ്പിക്കുകൾ, IPL
കേരളത്തിലെ മന്ത്രിസഭയും നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിച്ചു. ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിനകത്ത് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത്. നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അറിയാമല്ലോ, നമ്മുടെ സ്കോളർഷിപ്പ് എക്സാം ജൂൺ മാസം 15-ാം തീയതി നടക്കും. ആദ്യ 1 മുതൽ 5 റാങ്ക് നേടുന്നവർക്ക് 5 നയാ പൈസ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് LDC 2027 ബേഴ്സ് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഇനി 6 മുതൽ 10 റാങ്ക് നേടുന്നവർക്ക് 50% ഡിസ്കൗണ്ടോട് കൂടി പഠിക്കാം. 11 മുതൽ 15 റാങ്ക് നേടുന്നവർക്ക് 30% ഡിസ്കൗണ്ടോട് കൂടി പഠിക്കാം. 16 മുതൽ 20 റാങ്ക് നേടുന്നവർക്ക് 20% ഡിസ്കൗണ്ടോട് പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് 10% എന്ത് കിട്ടും, സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും. എന്ന് വരെ ജൂൺ 22-ന് മുൻപ് വരെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ജോയിൻ ചെയ്തിരിക്കണം. ജൂൺ 20-ന് മുമ്പ് ജോയിൻ ചെയ്യുന്നവർക്കാണ് ഈ ഡിസ്കൗണ്ടുകൾ എന്ത് ചെയ്യുക, ലഭിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. അപ്പോൾ വേറൊന്നുമില്ല, നമുക്ക് മറ്റൊരു സെഷനുമായി കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.